Praise the Lord. Praise the Lord. Hallelujah. 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 ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഷെക്കൈന ശുശ്രൂഷയിലൂടെ പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ശുശ്രൂഷയുടെ 46-ാം ദിനത്തിലേക്ക് നമുക്ക് സ്വർഗം മുഴുവനോടുമൊപ്പം പരിശുദ്ധയമ്മയുടെ വിമല ഹൃദയത്തിൽ ഈശോയോട് ചേരാം. പിതാവും പുത്രനും പരിശുദ്ധാലുമായ ത്രിത്വൈക ദൈവത്തിൻ്റെ അനുഗ്രഹത്താലും ആശീർവാദത്താലും കുരിശിൻ്റെ അടയാളത്താലും മുദ്ര ചെയ്ത് നമുക്ക് ആരംഭിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കൊരു പ്രാർത്ഥനയോടെ ആരംഭിക്കാം. ചൊല്ലി തരുന്ന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലാം. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ, പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ. അവിടുത്തെ ഫലങ്ങളാൽ ഞങ്ങൾ നിറയുന്നതിനും ജഡത്തിന്റെ വ്യാപാരങ്ങൾ പ്രത്യേകിച്ച് കലഹം, അസൂയ എന്നിവ കൃപാവരത്തിന്റെ പദ്ധതിയിലൂടെ ഞങ്ങളിൽ നിന്നകറ്റുന്നതിനും ഞങ്ങളുടെ കഴിവുകളെ കൃപകളാക്കി മാറ്റണമേ. ഹല്ലേലൂയ. നിബദിച്ച മാലാഖമാരുടെ അസൂയ കലുഷമായ സ്വരം നിലപ്പിക്കാനും കർത്താവിന്റെ കാലൊച്ച പിന്തുടരാനും ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അസൂയയിലും കലഹത്തിലും കഴിയുന്ന ആത്മാക്കളുടെ മേൽ കരുണയായിരുന്ന് രക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സകല വിശുദ്ധരെ മാലാഖമാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു വചനത്തിന്റെ കൃപയാൽ നമുക്ക് കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 13-ാം അധ്യായം 4-ാം വാക്യം. സ്നേഹം ദീർഘക്ഷമയും ദൈവമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം സകലത്തെയും അതിജീവിക്കുന്നു. Praise the Lord. Hallelujah. 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 യേശുവേ നന്ദി, കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ തമ്പുരാനെ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും, കോടാനുകോടി മക്കളെ, ലോകമെമ്പാടും ഇതിൽ പങ്കുചേരുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ശുശ്രൂഷകരെയും എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മാലാഖമാരെ നിങ്ങളുടെ ഗീതങ്ങളോട് ചേർന്ന് ഞങ്ങൾ ആലപിക്കുന്ന ഈ സമയം ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. 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 അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വീണ്ടും ഒരു പെന്തക്കുസ്ത ഞങ്ങൾ കേൾക്കണേ, വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പവനറുഹായേ. വീണ്ടും ഒരു പെന്തക്കുസ്ത ഞങ്ങൾ കേൾക്കണേ, വീണ്ടും ജന്മം ഞങ്ങൾ കേൾക്കണേ പവനറുഹായേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. വരങ്ങൾ 9 തരണേ പരിശുദ്ധാത്മാവേ. ദൈവരാജ്യം പണിതുയർത്താൻ ശക്തിയേകണേ. വരങ്ങൾ 9 തരണേ പരിശുദ്ധാത്മാവേ. ദൈവരാജ്യം പണിതുയർത്താൻ ശക്തിയേകണേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ. ആരാധന. ഹല്ലേലൂയ. ആരാധന. സ്തോത്രം കർത്താവേ, നന്ദി.
ഹല്ലേലൂയ 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 യേശുവേ 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 കർത്താവേ നന്ദി കർത്താവേ സ്തോത്രം ഹല്ലേലൂയ 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 യേശുവേ നന്ദി കർത്താവേ സ്തോത്രം കർത്താവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ 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 ഹല്ലേലൂയ എല്ലാ മക്കളെയും സമർപ്പിക്കുന്ന ദൈവമേ കർത്താവേ വചനം പറയുന്നതിനെയും ശ്രമിക്കുന്ന എല്ലാവരെയും ശുശ്രൂഷകരെയും ഈ ആലയത്തെയും സ്വർഗത്തിന്റെ ഭാഗമാക്കി മാറ്റിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അമ്മേ മാതാവിനുടെ ബലഹൃദയം വഴി അസൂയയും കലഹവും ഈ ലോകത്തിൽ നിന്നും മാറിപ്പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. അസൂയയിലും കലഹത്തിലും കഴിയുന്ന എല്ലാ ആത്മാക്കളെയും ഇന്ന് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ ദൈവമേ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. കർത്താവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 21 അധ്യായം 36 വാക്യം, സംഭവിക്കാനിരിക്കുന്ന ഇവയിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് മനുഷ്യപുത്രൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ട കരുത്ത് ലഭിക്കാൻ സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. സദാ പ്രാർത്ഥിച്ചുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ വചനം എൻ്റെ ഹൃദയത്തെ കോളമയർ കൊള്ളിക്കുകയായിരുന്നു. ഞാൻ വിതുമ്പുകയായിരുന്നു. ഈ ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ഈ വലിയ ശുശ്രൂഷാ ദിനങ്ങൾ നമ്മെ നയിച്ചിട്ടുള്ളതും ജാഗരൂകരാകാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മൾ ഓർക്കുന്ന അസൂയ, കലഹം എന്ന തിന്മയ്ക്കെതിരെ ജാഗരൂകതയോടെയായിരുന്നു സാത്താൻ്റെ അസൂയ കലുഷമായ സ്വരം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിർവീര്യമാക്കി കർത്താവിൻ്റെ കാലൊച്ച അന്ന് ആദവും ഹവ്വയും കേട്ടതുപോലെ കേൾക്കാനും അതിനെ പിന്തുടരാനും ഈ ശുശ്രൂഷയെ ഇന്ന് ഞാൻ സമർപ്പിക്കുന്നു. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്നലെ നടന്ന ശുശ്രൂഷയിൽ പ്രത്യേകമായി സൂചിപ്പിച്ചതുപോലെ പ്രോ ലൈഫിന് വേണ്ടിയും മരിയൻ സന്ദേശങ്ങൾ പ്രചരിക്കാനും ഗർഭസ്ഥ ശിശുക്കൾക്കും രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാനും സമർപ്പിതർക്കും വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുമായി നീണ്ട 25 വർഷങ്ങൾ കർത്താവിൻ്റെ സക്രാരിക്ക് മുമ്പിൽ രാപകൽ ചിലവഴിച്ച ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഞാൻ ഇന്ന് വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇന്നലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഒത്തിരി പേരെന്നെ ഫോൺ വിളിച്ചു. ഒരു പ്രോ ലൈഫ് ശുശ്രൂഷ ചെയ്യുന്ന ഒരു വൈദികൻ ഇന്നിവിടെ ശുശ്രൂഷയ്ക്ക് വരുന്നതിൻ്റെ തലേ ദിവസം കഞ്ചിക്കോട് ശുശ്രൂഷയിലൂടെ കർത്താവ് നൽകിയ ഓ എൻ്റെ ഉണ്ണീശോ, ഭാഗ്യപൂർണയായ മാതാവ് ഉണ്ണീശോയെ ഉദരത്തിൽ സ്വീകരിച്ച നിമിഷത്തിൽ തന്നെ വന്ധിയും പ്രായമുള്ളവളുമായ എലീസ്ബയുടെ പക്കലേക്ക് ഓടിയത് ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ മക്കളെ സമർപ്പിച്ചുള്ള പ്രാർത്ഥന സന്ദേശപൂർവം ഈ ശുശ്രൂഷയിലൂടെ ലോകം മുഴുവൻ കേട്ടപ്പോൾ പലരും എനിക്ക് ഫോൺ വിളിച്ച് പറഞ്ഞു, ഇന്ന് അച്ഛൻ വരുന്നത് കർത്താവ് ഒരുക്കിയ ഒരു പദ്ധതിയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കൈകൾ ഉയർത്തി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാനിവിടെ വന്നപ്പോൾ ഈ കാര്യം ഓർമ്മിപ്പിച്ചപ്പോൾ പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളെല്ലാവരും ഈയൊരു കർത്താവിൻ്റെ പദ്ധതിയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ പറയണം എന്ന് കർത്താവ് തോന്നിപ്പിക്കുകയായിരുന്നു. 1995 മുതൽ പ്രത്യേകമാവണ്ണം ജീവൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവിതം കർത്താവ് പരമദിവികാരത്തിന് മുമ്പിൽ ഒരു മിണ്ടാമഴത്തിൽ എന്നതുപോലെ ക്ലോയിസ്റ്റഡായി, ഇന്നും നമ്മൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ ക്വാറൻറ്റൈൻ പോലെ എന്നെ മാറ്റി വച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെയുള്ള ശുശ്രൂഷകൾക്കൊക്കെ വിളിക്കുമ്പോൾ പോയിരുന്നില്ല. പലപ്പോഴും ഇന്നാളുകളിലും
പല ഓൺലൈൻ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോഴും 25 വർഷം പൂർത്തിയാകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ദിവികാരണ സന്നിധിയിൽ ഒരു കരടിനെ പോലെ ചേർന്നിരിക്കുകയായിരുന്നു. 4 ദിവസം മുമ്പ് സന്തോഷ് ബ്രദർ എന്നെ വിളിക്കുമ്പോൾ ഇപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ അനുസ്മരിക്കുന്ന പദ്ധതി മാനുഷിക ബുദ്ധിയിലൊന്നും വ്യക്തമായിരുന്നില്ല. ഇന്നലെ ആദ്യസക്രാരിയായ മാതാവ് വചനം സ്വീകരിച്ച് നമ്മുടെ രക്ഷകനെ, ജീവൻ്റെ അപ്പത്തെ തൻ്റെ ഹൃദയത്തിൽ, ഉദരത്തിൽ ആദ്യസക്രാരിയായി സ്വീകരിച്ച ആ നിമിഷം ഓർത്തുകൊണ്ടുള്ള സന്ദേശം വായിച്ചു കേട്ടപ്പോൾ ഞാൻ എൻ്റെ ആശ്രമത്തിലിരുന്ന് ഈ പദ്ധതിയിൽ പങ്കുചേരുമ്പോൾ പറഞ്ഞു, ഓ കഞ്ചിക്കോട്ട് മാതാവേ. ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. കഞ്ചിക്കോട് സന്ദേശങ്ങൾ 55 ദിവസങ്ങളിലൂടെ മാതാവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കാൻ വേണ്ടി കർത്താവ് ഒരു പദ്ധതിയാക്കി മാറ്റിയപ്പോൾ ഈ സന്ദേശങ്ങൾ കർത്താവിൻ്റെ വലിയ കൃപയാൽ ഇന്നലെ ആ എൻ്റെ ഉണ്ണീശോ പ്രാർത്ഥിക്കുന്ന ദിവസം, ആ തീയതിയിൽ 8 വർഷം മുമ്പ് വറ്റിക്കാനിൽ തുറക്കാത്ത ഓഫീസ് ദിനത്തിൽ ഓഫീസ് തുറന്ന് സമർപ്പിക്കാൻ, ഫയൽ ചെയ്യാൻ കർത്താവ് എനിക്ക് കൃപ തന്ന ദിവസമായിരുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ ഇങ്ങനൊരു വലിയ പദ്ധതി നടക്കുമ്പോൾ ആ പദ്ധതിയിൽ ഇന്നലത്തെ ദിവസം കർത്താവ് ഒപ്പിട്ട് വച്ചിരുന്നു. പ്രൊലൈഫ് ശുശ്രൂഷ ചെയ്യുന്ന എൻ്റെ ജീവിതത്തെ ഇന്നലത്തെ ആ സന്ദേശത്തോട് കൂട്ടിച്ചേർത്ത് വയ്ക്കുമ്പോൾ ഇന്ന് കർത്താവ് ഒരുക്കിയ ദിവസം കർത്താവിൻ്റെ മാത്രം പദ്ധതിയാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ നന്ദി, കർത്താവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, ആത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, ശുശ്രൂഷകളിലേക്ക് വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്നലത്തെ ആ തീയതിയിൽ ഓഫീസിൽ നമ്മുടെ സന്ദേശങ്ങൾ ഒപ്പം എൻ്റെ ശുശ്രൂഷയുടെ കാര്യസ്ഥം ബുക്കുമെല്ലാം സമർപ്പിച്ച് രാത്രിയിൽ എനിക്കൊരു ഫോൺ വന്നു. ഈ തീയതിയിൽ, ഇന്ന് ഈ തീയതിയിൽ അത് സമർപ്പിച്ചിട്ട് മാർപ്പാപ്പയുമായി നേരിട്ടുള്ളൊരു മീറ്റിങ്ങിനായി എന്നെ വിളിച്ചു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാർപ്പാപ്പ ആശീർവദിക്കുന്നത് ഈ 55 ദിവസങ്ങളിലായി ഈ ശുശ്രൂഷയിലൂടെ പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന കഞ്ചിക്കോടിൻ്റെ 51 സന്ദേശങ്ങളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി. ഈ കരുണയുടെ നിമിഷത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി. ഇതൊരു ചരിത്ര സംഭവമാണ്. ഈ ശുശ്രൂഷയെയും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, ഇന്നലത്തെ ശുശ്രൂഷയിലൂടെ വലിയ പദ്ധതിയെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിനോടൊരു നിമിഷം വീണ്ടും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ. അങ്ങയുടെ ഇഷ്ടദാസിയായ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥതയാൽ എഴുന്നള്ളി വരണമേ. ഞങ്ങൾ വന്ന് വസിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ നമ്മുടെ വിഷയം അസൂയയിലും കലഹത്തിലും കഴിയുന്ന ആത്മാക്കൾ, അവരുടെ മേൽ കരുണ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. വചനം ആരംഭിക്കുമ്പോൾ നമുക്ക് നിയമാവർത്തന പുസ്തകം 32-ാം അധ്യായം 28ഉം 29ഉം വചനങ്ങൾ ഒന്ന് ശ്രദ്ധിക്കാം.
ആലോചനയില്ലാത്ത ഒരു ജനമാണവർ. വിവേകവും അവർക്കില്ല. ജ്ഞാനികളായിരുന്നെങ്കിൽ അവർ ഇത് മനസ്സിലാക്കുമായിരുന്നു, തങ്ങളുടെ അവസാനത്തെപ്പറ്റി ചിന്തിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്നേഹമുള്ള സഹോദരങ്ങളെ, സ്പെയിനിൽ മേഡ്രിഡ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതിൻ്റെ തലസ്ഥാനമാണ്. അവിടുത്തെ ഒരു വലിയ കലാകാരൻ ബോഷ് എന്ന് പറയുന്നൊരു വ്യക്തി നമ്മളിന്ന് അനുസ്മരിക്കുന്ന അസൂയയും കലഹവും അടങ്ങുന്ന മൗലിക പാപങ്ങളെ ഒരു ചിത്രത്തിലാക്കിയിട്ടുണ്ട്. ആ ചിത്രത്തിൻ്റെ നടുക്ക് കർത്താവിൻ്റെ കണ്ണുകളിൽ, 3 സർക്കിളോടുള്ള കണ്ണുകളിൽ ഈശോ നിൽക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. ചിത്രത്തിലെ വാക്കുകൾ ഒരു പക്ഷേ നിങ്ങൾക്ക് എത്രമാത്രം വ്യക്തമാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. അതിനകത്ത് കർത്താവിൻ്റെ താഴെ നടുക്ക് സൂചിപ്പിച്ചിരിക്കുന്ന സന്ദേശം ഇതാണ്: കാവേ കാവേ തോമിനൂസ് വീതത്ത്, ബിവയർ ബിവയർ, ജാഗരൂകരായിരിക്കുക, ജാഗരൂകരായിരിക്കുക, കർത്താവ് നിങ്ങളെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ആ ചിത്രത്തിൽ നമ്മൾ കാണുന്ന 7 മൂലപാപങ്ങളിൽ ഒരു ബക്കറ്റ് തലയിൽ കമഴ്ത്തി വെച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെയാണ് അസൂയയായി സൂചിപ്പിക്കുക. 7 മൂലപാപങ്ങളാണ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. 4 സർക്കിൾ കോർണറിൽ ഉള്ളത് നമ്മളുടെ മരണം, വിധി ആണ് 2 സൂചിപ്പിക്കുക. അതോടൊപ്പം തന്നെ സ്വർഗം, നരകം, കലഹം, അസൂയ എന്നീ തിന്മകളിലൂടെ നമ്മൾ ഈ ഭൂമിയിൽ സാത്താൻ്റെ അസൂയ കലുഷമായ സ്വരം ശ്രവിച്ച് നരകതുല്യരായി മാറുകയാണ്. പലപ്പോഴും നമ്മൾ വീഥിയിലൂടെ കടന്നു പോകുമ്പോൾ കണ്ടിട്ടുണ്ടാകും, ബിവെയർ, യു ആർ അണ്ടർ കൺവൈലൻസ്, അല്ലെങ്കിൽ ക്യാമറ ഐസ്. ഒരു വശത്ത് സാത്താൻ നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അസൂയ കലുഷമായ അവൻ്റെ സ്വരം നമ്മെ കേൾപ്പിക്കാനായി. മറുവശത്ത് ഈശോ നമ്മെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആത്മാവിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കാനായി. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ 3-ാം അധ്യായം 1 മുതൽ 5 വരെ വാക്യങ്ങൾ ഒന്ന് ശ്രവിക്കാം. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിൻ്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിൻ്റെ നടുവിലുള്ള മരത്തിൻ്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും തിന്മയും നന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്നും ദൈവത്തിനറിയാം. ഹല്ലേലൂയ. 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 ഈ കേട്ട സ്വരമാണ് സാത്താൻ്റെ അസൂയ കലുഷമായ സ്വരം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ അസൂയ കലുഷമായ സ്വരത്തിൽ നിന്നാണ് മനുഷ്യൻ അത് ശ്രവിക്കുമ്പോൾ അസൂയയിലേക്ക് വഴുതി വീഴുന്നത്. ആ സ്വരം ശ്രവിച്ചു കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഉൽപ്പത്തി 3:8 കർത്താവ് ഉലാത്തുന്ന ശബ്ദം കേൾക്കുമ്പോൾ അവന് ഭയമാകും. കർത്താവിൻ്റെ സ്വരം കേൾക്കാൻ അവന് കഴിയുകയില്ല. കൂടെ നടക്കുന്ന കർത്താവിനെ ശ്രവിക്കാൻ കഴിയാതെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും മറഞ്ഞ് സാത്താൻ്റെ അസൂയ കലുഷമായ സ്വരം ശ്രവിച്ചുകൊണ്ട് ഇന്ന് മനുഷ്യൻ അസൂയയ്ക്കും കലഹത്തിനും അടിമപ്പെടുകയാണ്. കർത്താവിൻ്റെ കരുണ ഒഴുകിയിറങ്ങാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 391 നമ്പറിൽ ഇങ്ങനെ പറയുന്നു: ദൈവഹിതത്തിന് എതിരായി
നമ്മുടെ ആദ്യ മാതാപിതാക്കന്മാർ എടുത്ത തീരുമാനത്തിൻ്റെ പിന്നിൽ വഞ്ചനാത്മകവും ദൈവവിരുദ്ധവുമായ ഒരു സ്വരം അവരെ മരണത്തിൽ വീഴ്ത്തുന്ന അസൂയാകലുഷമായ ഒരു സ്വരം പതിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ സന്ദേശത്തെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക, അസൂയാകലുഷമായ സ്വരമാണ് മനുഷ്യനെ അസൂയയിലേക്കും അതുവഴി കലഹത്തിലേക്കും നയിക്കുന്നത്. ലോകത്ത് ഇന്ന് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, അസൂയയ്ക്ക് മരുന്നില്ല. പക്ഷേ അസൂയയ്ക്ക് മരുന്നുണ്ട്. ആ മരുന്ന് സ്വീകരിക്കാൻ കഴിയാത്തതാണ് നമ്മളുടെ പരാജയം. ആ വലിയ ഔഷധം ഇന്ന് കിട്ടാനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. സാത്താൻ അസൂയാകലുഷമായ നിമിഷങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുക? കലുഷമെന്ന് പറഞ്ഞാൽ കണ്ടാമിനേഷൻ എന്നാണ് പറയുക. ബ്ലാക്ക് മാസിനെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. കാസയിൽ തുപ്പുക, കർത്താവിൻ്റെ തിരുശരീരം അവഹേളിക്കുന്ന രീതികളൊക്കെ ബ്ലാക്ക് മാസിനെ കുറിച്ച് അറിയാവുന്ന എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ കർത്താവിനെ അവഹേളിക്കുക, ഇതെല്ലാം സാത്താൻ്റെ അസൂയാകലുഷമായ അവസ്ഥയുടെ ഫലങ്ങളാണ്. ശുശ്രൂഷ മേഖലകളിലൊക്കെ ആക്രമിക്കുക, അല്ലെങ്കിൽ ആലയത്തിന് മുമ്പിലൊക്കെ വൃത്തികേടാക്കുക. ഞാനീ പറയുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച പലരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ടാകും. മനുഷ്യന് അറപ്പ് വരുന്ന പല കാര്യങ്ങളും കൊണ്ടുവന്ന ആലയത്തെ വൃത്തികേടാക്കുക, ഇതൊക്കെ സാത്താൻ്റെ അസൂയാകലുഷമായ അവസ്ഥയുടെ ഫലമാണ്. അബോർഷൻ ഫീറ്റസിൻ്റെ രക്തം ബ്ലാക്ക് മാസിൽ ഉപയോഗിക്കുക, ഇതൊക്കെ സാത്താൻ സൃഷ്ടിക്കുന്ന അസൂയാകലുഷമായ സ്വരങ്ങളാണ്. നല്ല മാലാഖമാർ നിബന്ധിച്ച മാലാഖമാരായപ്പോൾ സാത്താനെന്നും പിശാചെന്നും വിളിക്കപ്പെടുന്നവർ സൃഷ്ടിച്ച ഒരവസ്ഥയാണ് ഈ അസൂയാകലുഷമായ സ്വരത്തിൻ്റെ അവസ്ഥ. ഇത് ശ്രവിക്കുന്ന മനുഷ്യൻ അസൂയയിലേക്ക് വീഴുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 24-ാം വാക്യം. നമുക്ക് വീണ്ടും കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 1852-ാം നമ്പറിലേക്ക് ഒന്ന് കടന്നു വരാം. അതിനകത്തൊരു വചനമാണ് പറയുക. വിശുദ്ധ പൗലോസ് ശ്ലീഹ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 19-ാം വാക്യം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, അസൂയ, കോപം, മാത്സര്യം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം ഇവയും ഈ ദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മൾ കേട്ട ഈ വചനത്തിലൂടെ ഒന്ന് നമുക്ക് ഈ ആശയങ്ങളെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരാം. പല വിധത്തിലുള്ള മരുന്നുകളോ എക്സസൈസുകളോ ഒക്കെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ സത്യം മനസ്സിലാക്കിക്കൊണ്ട് സാത്താൻ്റെ ആദ്യ മാതാപിതാക്കന്മാരുടെ നേരെയുള്ള അസൂയാകലുഷമായ പദ്ധതിയുടെ ഫലമായി മനുഷ്യപ്രകൃതിയിലേക്ക് കടന്നു വന്ന ഒരു വലിയ പാപമാണ്, മൗലിക പാവമാണ്, മൂലപാവമാണ് അസൂയ എന്നും കലഹമെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അവയെ തകർക്കാനുള്ള ഒരു പദ്ധതി കർത്താവ് നമ്മുടെ മനസ്സിൽ പകർന്നു തരിക. 1867-ാം നമ്പർ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം നമുക്ക് ഒന്ന് ശ്രവിക്കാം. സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങളുണ്ടെന്നും മതബോധന പാരമ്പര്യം ഓർമ്മിപ്പിക്കുന്നു. ആബേലിൻ്റെ രക്തം അതിൽ ഒന്നാമത്തതാണ്. ഞാൻ ബാക്കി ഭാഗങ്ങൾ വിട്ടുകളയുകയാണ്. അപ്പോൾ ഈ അസൂയാകലുഷമായ സ്വരം ശ്രവിച്ച മനുഷ്യൻ അസൂയയ്ക്കും സാത്താന തിന്മയ്ക്കും അടിപ്പെട്ടപ്പോൾ സ്വർഗത്തെ നോക്കി നിലവിളിക്കുന്ന പാപങ്ങൾ
ഉത്ഭവിക്കുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 4 അധ്യായം 3 മുതൽ 10 വരെ വാക്യങ്ങൾ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. നമുക്ക് പ്രത്യേകം ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. ഒരിക്കൽ കായേൻ തൻ്റെ വിളവിൽ ഒരു ഭാഗം കർത്താവിന് കാഴ്ച സമർപ്പിച്ചു. ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളെ എടുത്ത് അവയുടെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ അവിടത്തേക്ക് കാഴ്ചവെച്ചു. ആബേലിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടെ നിന്ന് പ്രസാദിച്ചു. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ചവസ്തുക്കളിലും അവിടെ നിന്ന് പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു. അവൻ്റെ മുഖം കറുത്തു. കർത്താവ് കായേനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്തുകൊണ്ട്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാകുകയില്ലേ? നല്ലത് ചെയ്യുന്നില്ലെങ്കിൽ പാപം വാതിൽക്ക് തന്നെ പതിയിരിപ്പുണ്ടെന്ന് ഓർക്കണം. അത് നിന്നിൽ താൽപ്പര്യം വച്ചിരിക്കുന്നു. നീ അതിനെ കീഴടക്കണം. ഒരു ദിവസം കായേൻ തൻ്റെ സഹോദരൻ ആബേലിനോട് പറഞ്ഞു, നമുക്ക് വയലിലേക്ക് പോകാം. അവർ വയലിലായിരിക്കെ കായേൻ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. സാത്താൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആദത്തിനോടും ഹവയോടും പെരുമാറിയ അതേ രീതിയാണ് അതിൻ്റെ ഫലമായി പിറക്കുന്ന അസൂയയിലൂടെ കായേനിൽ ഉണ്ടായത്. കായേൻ സഹോദരനെ കൊന്നു. നമുക്ക് വയലിലേക്ക് പോകാമെന്ന മധുരവാക്കുകളിലൂടെയാണ് കായേൻ സഹോദരനെ കൊണ്ടുപോകുന്നത്. സഹോദരനെ കൊന്നു. കർത്താവ് കായേനോട് ചോദിച്ചു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? അവൻ പറഞ്ഞു, എനിക്ക് അറിഞ്ഞുകൂടാ. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? എന്താണ് കർത്താവ് പറഞ്ഞത്? എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. അസൂയയിൽ നിന്നും കലഹവും കലഹത്തിലൂടെ കൊലപാതകവും ഉണ്ടാകുന്ന ആ ചരിത്രം നമ്മൾ കാണുകയാണ്. ഇതുകൊണ്ട് സ്നേഹമുള്ള സഹോദരങ്ങളെ, സാത്താൻ്റെ അസൂയാകലുഷമായ സ്വരം ശ്രവിച്ച് അധപതിച്ച മാതാപിതാക്കന്മാർ പിശാചിൻ്റെ സാത്താൻ്റെ സ്വരത്തിന് അടിമപ്പെട്ടത് മൂലം ഉടലെടുത്ത ഉത്ഭവഭാവത്തിൻ്റെ ഫലമായി അസൂയ കായനിൽ നിറഞ്ഞു. ആ അസൂയയിൽ നിന്നും വിദ്വേഷവും കലഹവും കൊലപാതകവും ഉണ്ടാകുകയാണ്. ഇവിടെ നമ്മൾ സങ്കടത്തോടെ ഓർക്കും, ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ. എന്നാൽ നമുക്ക് ഉത്തരം തരുന്നത് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 412 നമുക്ക് ആ ഭാഗം ഒന്ന് ശ്രവിക്കാം. എന്നാൽ എന്തുകൊണ്ടാണ് ആദ്യ മനുഷ്യനെ പാപം ചെയ്യുന്നതിൽ നിന്നും ദൈവം തടയാതിരുന്നത്? പിശാചിൻ്റെ അസൂയ നമുക്ക് നഷ്ടമാക്കിയതിനേക്കാൾ വളരെ ഏറെ ദൈവാനുഗ്രഹങ്ങൾ, ക്രിസ്തുവിൻ്റെ അവാജ്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതിന് ഉത്തരം നൽകുന്നത് വിശുദ്ധ ലയോ പുണ്യവാളനാണ്. 412 നൽകപ്പെട്ട ആ ചോദ്യത്തിന് ലയോ പുണ്യവാളൻ പറഞ്ഞ മനോഹരമായ ഉത്തരം, ക്രിസ്തുവിൻ്റെ അവാജ്യമായ കൃപ നമുക്ക് നേടിത്തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് നമ്മുടെ കണ്ണുകളെ എത്തിരിക്കാം. അസൂയ മൂലവും കലഹം മൂലവും ഇന്ന് ലോകം കഷ്ടപ്പെടുമ്പോൾ ഇതാ കർത്താവിൻ്റെ കൃപ നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ടാണ് ഈ ദിവസങ്ങളിലെല്ലാം സന്ദേശങ്ങളിലൂടെ നമ്മൾ കേട്ടത്, ഞങ്ങളുടെ കഴിവുകളെ കൃപയാക്കി മാറ്റണമേ. കായേനും ആബേലും അധ്വാനിച്ചു, ഫലങ്ങൾ അവരുടേതായ രീതിയിൽ സമർപ്പിച്ചു. ഒരുവൻ്റെ മേൽ ദൈവം പ്രസാദിച്ചു. അതിനുള്ള മാർഗമാണ് കർത്താവിൻ്റെ കൃപ നമ്മുടെ മേൽ നിറയണമെന്ന് ലയോ പുണ്യവാളൻ നമ്മളോട് പറയുന്നത്.
അസൂയ എന്താണെന്ന് കൃത്യമായി മതബോധന ഗ്രന്ഥത്തിൽ, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ളതും കൂടി നമുക്ക് കേൾക്കാം. നമ്പർ 2553. അസൂയ എന്താണ്? അസൂയ എന്നത് മറ്റുള്ളവരുടെ വസ്തുക്കൾ കാണുമ്പോഴുണ്ടാകുന്ന ദുഃഖവും അവയെ സ്വന്തമാക്കാനുള്ള ക്രമരഹിതമായ ആഗ്രഹവുമാണ്. അതൊരു മൗലിക പാവമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഇംഗ്ലീഷിൽ പറയുമ്പോൾ 2 വാക്ക് പറയാറുണ്ട്, എൻവി, ജലസി. ഒരുപക്ഷെ മലയാളത്തിൽ ഒന്ന് അസൂയയും മറ്റത് കുശുമ്പുമാകാം. പ്രായോഗിക ജീവിതത്തിൽ നമ്മളൊക്കെ കഷ്ടപ്പെടുന്ന ഒരു തിന്മയാണ്. എൻവിയിൽ 2 പേരാണ്. ഇപ്പോൾ ഞാനൊരു കാറ് വാങ്ങി, ഒരാൾക്ക് അതിൽ അസൂയ തോന്നുന്നു. കായേനും ആബേലിനും സംഭവിച്ചത് നമ്മൾ കണ്ടല്ലോ. 2 പേരാണ് അതിൽ ഇൻവോൾവ്. ഇപ്പോൾ ഒരാൾക്ക് ഞാൻ ആഗ്രഹിക്കാവുന്ന, അല്ലെങ്കിൽ അത് കാണുമ്പോൾ ദുഃഖം എനിക്കുണ്ടാകാവുന്ന ഒന്നുണ്ടാകുന്നു, അത് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അതിലൊരു ക്രമരഹിതമായ ആഗ്രഹം, അതാണ് അസൂയ. അത് സ്വന്തമാക്കാനുള്ള ക്രമരഹിതമായ ഒരു ആഗ്രഹം. അതിനായി എൻ്റെ സഹോദരനെ ഞാൻ കൊല്ലാൻ, അവനെ തകർക്കാൻ ഞാൻ കലഹിക്കുന്നു. അങ്ങനെ അസൂയയും കലഹവും നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്നു. ഈ കുശുമ്പ്, ഈ അസൂയ കലഹത്തിലേക്ക് നയിക്കുമ്പോൾ കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊരു വചനം ഓർക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വചനമാണ് സങ്കീർത്തനം 144, 1-2 വചനങ്ങൾ. സങ്കീർത്തനം 144, 1-2 വചനങ്ങൾ. എൻ്റെ അപേക്ഷയിലായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ അപേക്ഷയിലായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അവിടെ നിന്ന് പരിശീലിപ്പിക്കുന്നു. അവിടെ നിന്നാണ് എൻ്റെ അപേക്ഷയിലെയും ദുർഗവും ശക്തി കേന്ദ്രവും. എൻ്റെ വിമോചകനും പരിചയം ആയ അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. അവിടുന്ന് ജനതകളെ കീഴടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ സമയം നമുക്ക് കർത്താവിൽ ആനന്ദിക്കാം. ഞാൻ ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് വരുമ്പോൾ ആകെ വികാരാധീനനായിരുന്നു. ഇന്നലത്തെ കർത്താവിൻ്റെ പദ്ധതിയിൽ എൻ്റെ ഹൃദയം ആകെ ഏതോ ഒരു അവസ്ഥയിലായിരുന്നു. എന്നാൽ കർത്താവിന് വലിയ പരിപാലനയിലെ ആരംഭത്തിൽ ദൈവമഹത്വത്തിനായി അത് സമർപ്പിക്കാൻ കഴിഞ്ഞു. എന്നാൽ ഈ അസൂയയും കലഹവും ഒക്കെ നമ്മൾ വളരെ വിഷമത്തോടു കൂടിയാണ് ഓർക്കുക. അല്ല, അതിൻ്റെ മുമ്പിൽ ലയോപുണ്യാളം പറഞ്ഞതുപോലെ കർത്താവിൻ്റെ കൃപ നമ്മിലേക്ക് ഒഴുകിയിറങ്ങുമ്പോഴാണ് സാത്താൻ്റെ അസൂയാകലുഷമായ സ്വരം നിർവീര്യമാക്കാൻ നമുക്ക് സാധിക്കുക. ഇപ്പോൾ ഈ ശുശ്രൂഷയിലൂടെ എൻ്റെ സ്വരം നിങ്ങൾ ശ്രവിക്കുന്നു, മ്യൂസിക്കിൻ്റെ സ്വരം നമ്മൾ ശ്രവിക്കുന്നു. ചിലപ്പോൾ ഇതിനകത്തൊരു എക്കോ ഉണ്ടാകാം, റെസൊണൻസ് ഉണ്ടാകാം, പലതരങ്ങൾ സ്വരങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. സൗണ്ട് പൊല്യൂഷനെ കുറിച്ചല്ല ഞാൻ പറയുക. പക്ഷേ ഇതിനെല്ലാം നിർവീര്യമാക്കുവാനായി നമ്മളുടെ കരങ്ങളിൽ ചലിക്കേണ്ടതായ ഒരു ജപമാലയുടെ സ്വരം. ഞാൻ ഈ വചനം അതിനോടാണ് കണക്ട് ചെയ്യുക. ഇവിടെ മുഴുവൻ പ്രാർത്ഥനയുടെ ഭവനമാണ്. 24 മണിക്കൂറും ആരാധന നടക്കുന്ന, ലോകം മുഴുവനെയും സ്പർശിക്കാനായി പ്രാർത്ഥന നടക്കുന്ന ഒരു ശുശ്രൂഷ. ഈ മക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്, ആനന്ദിക്കുകയാണ്. അപ്പം അതിൻ്റെ മുമ്പിൽ നമുക്കുള്ള ഈ അസൂയയെയും കലഹത്തെയും നിർവീര്യമാക്കാനുള്ള ഒരു ആയുധമാണ് ജപമാല. ഞാൻ ഈ വചനം ഓർക്കുമ്പോൾ ജപമാലയെ ഓർക്കുക. നിങ്ങളൊന്ന് ഇമാജിനേഷനിൽ ഓർക്കുക. എൻ്റെ അഭയശിലയായ കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെ, പടപൊരുതാൻ എൻ്റെ വിരലുകളെ അഭ്യസിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെ, പടപൊരുതാൻ എൻ്റെ വിരലുകളെ അഭ്യസിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. നമുക്കത് ഏറ്റു പറയാം. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഞങ്ങളുള്ള യാമപ്രാർത്ഥനയിൽ ഈ വചനം അങ്ങനെയാണ്. ഒരിക്കലും യാമപ്രാർത്ഥന ചെല്ലുമ്പോഴാണ് ഈ വചനം എന്നെ സ്പർശിച്ചത്. യുദ്ധം ചെയ്യാൻ എൻ്റെ കൈകളെയും പടപൊരുതാൻ എൻ്റെ വിരലുകളെയും അഭ്യസിപ്പിച്ച കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ഞാനിത് ഇവിടെ പറയാനൊരു കാരണം, വീണ്ടും നമുക്ക് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 2538 നമ്പർ ഒന്ന് ശ്രദ്ധിക്കുക. അതിൽ പറയുന്നു, മനുഷ്യഹൃദയത്തിൽ നിന്ന് അസൂയയെ നിഷ്കാസനം ചെയ്യണമെന്ന് 10ാം കൽപ്പന ആവശ്യപ്പെടുന്നുണ്ട്. 9ഉം 10ഉം കൽപ്പനകളിൽ നമ്മളത് കാണുന്നുണ്ട്.
നാഥാൻ പ്രവാചകൻ ദാവീദ് രാജാവിനെ അനുതാപത്തിലേക്ക് പ്രചോദിപ്പിക്കാൻ ആഗ്രഹിച്ചപ്പോൾ ഒരു കഥ പറഞ്ഞു. 2 സാമുവേൽ 12:1-4. നമുക്ക് ആ വചനം ഒന്ന് ശ്രദ്ധിക്കാം. കർത്താവ് നാഥാൻ പ്രവാചകനെ ദാവീദിൻ്റെ അടുത്തേക്ക് അയച്ചു. അവൻ രാജാവിനോട് പറഞ്ഞു, ഒരു നഗരത്തിൽ 2 ആളുകളുണ്ടായിരുന്നു. ഒരുവൻ ധനവാനും അവൻ ദരിദ്രനും. ധനവാന് വളരെയധികം ആടുമാടുകളുണ്ടായിരുന്നു. ദരിദ്രനോ താൻ വിലയ്ക്ക് വാങ്ങിയ ഒരു പെണ്ണാട്ടിൻ കുട്ടിയല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ അതിനെ വളർത്തി. അത് അവൻ്റെ കുട്ടികളോടൊപ്പം വളർന്നു. അവൻ്റെ ഭക്ഷണത്തിൽ നിന്ന് അത് തിന്നു. അവൻ്റെ പാനീയത്തിൽ നിന്ന് അത് കുടിച്ചു. അത് അവൻ്റെ മടിയിൽ ഉറങ്ങി. അത് അവൻ്റെ മക്കളെ പോലെ ആയിരുന്നു. അങ്ങനെയിരിക്കെ ധനവാൻ്റെ ഭവനത്തിൽ ഒരു യാത്രക്കാരൻ വന്നു. അവന് വേണ്ടി സ്വന്തം ആടുകളിലൊന്നിനെ കൊന്ന് ഭക്ഷണമൊരുക്കാൻ ധനവാന് മനസ്സിലായിരുന്നു. അവൻ ദരിദ്രൻ്റെ ആട്ടിൻകുട്ടിയെ പിടിച്ച് തൻ്റെ അതിഥിക്ക് ഭക്ഷണമൊരുക്കി. ഇത് കേട്ടപ്പോൾ ക്രുദ്ധനായി ദാവീദ് പറഞ്ഞു, കർത്താവാണ് ഇത് ചെയ്തവൻ മരിക്കണം. സ്നേഹമുള്ള സഹോദരങ്ങളെ, ഊറിയയുടെ ഏക പെണ്ണാടിനെ സ്വന്തമാക്കാൻ ഒരു യുദ്ധത്തിലൂടെ തൻ്റെ സഹോദരനെ കൊന്ന ദാവീദ് ഒരു യുദ്ധം തന്നെ അതിനുവേണ്ടി അവൻ ഉപയോഗിച്ചു. നാം പരസ്പരം യുദ്ധം ചെയ്യുന്നു. വചനത്തിൽ പറയുന്നുണ്ട്, നാം പരസ്പരം യുദ്ധം ചെയ്യുന്നു. അസൂയ ഒരാളെ മറ്റൊരാൾക്കെതിരായി ആയുധം അണിയിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഇളക്കുവാൻ ഓരോരുത്തനും പരിശ്രമിച്ചാൽ എന്തായിരിക്കും അന്ത്യം? ക്രിസ്തുവിൻ്റെ ശരീരത്തെ നാം നിർജ്ജീവമാക്കുന്നു. അതിലെ അംഗങ്ങളാണ് നമ്മളെന്ന് നാം പ്രഖ്യാപിക്കുന്നു. എന്നിട്ടും വന്യമൃഗങ്ങളെ പോലെ നാം പരസ്പരം കലഹിക്കുന്നു. സഹോദരങ്ങളെ, നമ്മൾ സൂചിപ്പിച്ച അസൂയയിലും കലഹത്തിലും നിന്ന് വന്ന് സാത്താൻ്റെ ഈ അസൂയാകലുഷമായ സ്വരം ശ്രവിച്ച് കായേൻ ആബേലിനെ കൊന്നതുപോലെ, ദാവീദ് ചെയ്തതുപോലെ ഒരു യുദ്ധം തന്നെ നാം ഇന്ന് ചെയ്യുകയാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഭയുടെ പ്രബോധനങ്ങൾ. വിശുദ്ധ ജോൺ ക്രിസ്റ്റോസ്റ്റോം ഇത് നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇന്ന് ലോകം ഡിസ്ട്രക്റ്റീവ് വെപ്പൺസ് ഉണ്ടാക്കുമ്പോൾ അസൂയ, കലഹം എന്നിവയിലൂടെ നമ്മളെല്ലായിടത്തും കാണുന്നതാണ്. വിവിധ സംസ്കാരങ്ങൾ, അതിനുവേണ്ടി സാഹിത്യത്തെ അവൻ ഉപയോഗിക്കുന്നു, അതിനുവേണ്ടി കലയെ അവൻ ഉപയോഗിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ആയിട്ട് സത്യങ്ങളിലൂടെ ശ്രദ്ധിക്കുമ്പോൾ എല്ലാ മേഖലകളെയും സാത്താൻ്റെ ഈ സ്വരം കേൾപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണെന്ന് മനുഷ്യൻ. എന്നാൽ അതിൻ്റെ മുമ്പിൽ നമ്മൾ ഒരു ദിവികാരന സത്യം ഒന്ന് ഓർക്കണം. വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 16-17 വാക്യങ്ങൾ. നാം ആശീർവദിക്കുന്ന അനുഗ്രഹത്തിൻ്റെ പാനപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? നാം മുറിക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിലുള്ള ഭാഗഭാഗിത്വമല്ലേ? അപ്പം ഒന്നേയുള്ളൂ. അതിനാൽ പലരായിരിക്കുന്ന നമ്മൾ യേശുവിൽ ഒരു ശരീരമാണ്. എന്തെന്നാൽ ഒരേ അപ്പത്തിൽ നാം ഭാഗഭാക്കുകളാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഈ ദിവ്യകാരുണ്യ ശരീരത്തെ, ഈ സഭയെ വലിച്ചു കീറാൻ സാത്താൻ പല രീതിയിൽ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം സാത്താൻ്റെ അസൂയ കലുഷമായ അവസ്ഥയാണ്. അവൻ കണ്ടാമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. സർവ്വം മലിനമാക്കാൻ ശ്രമിക്കുന്നു. എല്ലാം ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. അതിലൂടെ നമ്മളതിൽ പങ്കുചേരുമ്പോൾ ഈ ദിവ്യകാരുണ്യ ഹൃദയത്തെയാണ് നമ്മൾ വലിച്ചു കീറുന്നത്. ഈ ഐക്യം തകിടം മറിച്ച് നമ്മൾ സാത്താനെ ശ്രമിച്ച് ദിവ്യകാരുണ്യ ഈശോയുടെ ഹൃദയത്തിൻ്റെ ആ മർമ്മരം കേൾക്കാൻ കഴിയാതെ വരുന്നത് ഇങ്ങനെയുള്ള ശുശ്രൂഷകളിൽ നമ്മൾ പങ്കുചേരാത്തത് കൊണ്ടാണ്. എന്നാൽ ഇതിൽ ഈ 46 ദിവസം പങ്കുചേർന്ന് നമ്മൾ വലിയ കാര്യം ചെയ്തു. കർത്താവിൽ നമുക്ക് ആനന്ദിക്കാം, നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഞാൻ ഈ ശുശ്രൂഷയെ അഭിനന്ദിക്കുകയാണ്, ആശീർവദിക്കുകയാണ്. അവസാനിപ്പിക്കുമ്പോൾ കൊച്ചുദേശീയ പുണ്യവതി തൻ്റെ ജീവിതം ഇതിനായി എങ്ങനെ മാറ്റിവെച്ചുവെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. സ്നേഹത്തിൻ്റെ തടവറയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് വിക്ടിം ഓഫ് ഡിവൈൻ ലവായി
സ്നേഹത്തിന്, ദൈവിക സ്നേഹത്തിന് സ്വയം സമർപ്പിച്ചു. ആ പുണ്യവതിയുടെ ആ വലിയ സന്ദേശത്തെ അനുകരിക്കുന്ന ശുശ്രൂഷയാണിത്. ആ പുണ്യവതിയെപ്പോലെ നമുക്കും വിക്ടിം ഓഫ് ഡിവൈൻ ലവ് ആകുവാൻ സാധിക്കുമോ? പലതും താൽക്കാലികമായി പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അസൂയയിലൂടെ സാത്താൻ നേടിയെന്ന് സാത്താൻ കരുതി. എന്നാൽ കർത്താവിൻ്റെ കൃപ ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ ഒഴുകി ഇറങ്ങുകയാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ കേട്ട മരിയൻ സന്ദേശങ്ങളിലൂടെയെല്ലാം ഈ കൃപ നമ്മിലേക്ക് ഒഴുകി ഇറങ്ങുകയായിരുന്നു. അതിലൂടെ ഈ അസൂയക്കും കലഹത്തിനും കീഴ്പ്പെടുന്ന ആത്മാക്കളും ഇന്ന് കരുണ അനുഭവിക്കാനും, മരുന്നില്ലെന്ന് കരുതുന്ന ഈ വലിയ തിന്മ, സാത്താൻ്റെ ആ അസൂയ കലുഷമായ സ്വരം കേട്ടുകൊണ്ടാണ് എന്നിലുണ്ടാകുന്നതെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ദിവികാരുണ്യത്തിലേക്കും മാതാവിൻ്റെ സന്ദേശങ്ങളിലേക്കും ശ്രദ്ധ ചെലുത്താൻ നമുക്ക് വിശുദ്ധ കൊച്ചുരേസ്യയുടെയും മാധ്യസ്ഥ അപേക്ഷിക്കാം. കൊച്ചുരേസ്യ പുണ്യത്തിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു: ഓ മൈ ഗോഡ്, ഓ മോസ്റ്റ് ബ്ലെസ്സഡ് ട്രിനിറ്റി, ഐ ഡിസയർ ടു ലവ് thee and make thee loved, to labor for the glory of Holy Church. Hallelujah. Hallelujah. By saving souls here on earth and by delivering those suffering in purgatory. സഹോദരങ്ങളെ, ഇന്ന് സ്വർഗം സന്തോഷിക്കുകയാണ്. ഈ ശുശ്രൂഷയിലൂടെ അസൂയയിൽ നിന്നും കലഹത്തിൽ നിന്നും മാനവ മക്കളെ രക്ഷിച്ച് കർത്താവിൻ്റെ ദിവികാരുണ്യ ശരീരത്തിലേക്ക് ചേരുവാൻ അവരുടെ ആത്മാവിനെ മാനസാന്തരത്തിൻ്റെ കൃപയിലേക്ക് നയിക്കുമ്പോൾ സ്വർഗം പറയുന്നത് എന്താ? ഓ, യു വിൽ ഇമ്മീഡിയറ്റ്ലി ഗീവ് ഗ്ലോറി ടു ഗോഡ്. ഇപ്പോൾ തന്നെ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ബിക്കോസ് ഹിസ് സെർവൻറ്റ് കുഡ് കോങ്കർ എൻവി ബൈ റിജോയ്സിങ് ഇൻ ദ മെരിറ്റ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ ശുശ്രൂഷകളുടെ, സഹോദരങ്ങളുടെ, സഭയുടെ, വിവിധ സന്യാസ സമൂഹങ്ങളുടെ, സന്യാസ ഭവനങ്ങളുടെ, ശുശ്രൂഷകളുടെ, വ്യക്തികളുടെ എല്ലാ അനുഗ്രഹങ്ങളും അഭിഷേകവും കൃപകളും കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ, മറ്റുള്ളവരുടെ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ദൈവത്തിന് മഹത്വം നൽകുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആത്മാക്കളെ തരിക, അല്ലെ, സർവവും എടുത്തുകൊള്ളുക. ആത്മാക്കളെ തരിക എന്ന് നമ്മളെന്നും പാടാറില്ലേ? ആ മനോഹരമായ ആ കൃപ നമ്മിലുണ്ടാകട്ടെ. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ രണ്ട് കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്ന്, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെ, വിശുദ്ധനെ ഞാൻ ഓർക്കുകയാണ്. നമ്മൾ ഈ 55 ദിവസങ്ങളിലായി ലോകം മുഴുവനും പകർന്നു നൽകുന്ന ഈ മരിയൻ സന്ദേശങ്ങൾ 51 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഖബറടത്തിലിരുന്ന് ഞാൻ വായിച്ച് സമർപ്പിച്ചതാണ് റോമിൽ. ആ മാർപ്പാപ്പ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് എന്ന ഒരു പ്രബോധനമാണ് തൻ്റെ ജീവിതകാലത്ത് അവസാനം നൽകിയത്. മാനനോബിസ് കുന്തോമിന് നാഥാ ഞങ്ങളോടൊത്ത് വസിച്ചാൽ എന്ന പ്രബോധനം കഴിഞ്ഞ ഉടനെ റാപ്പിഡ് ഡെവലപ്മെൻറ്റ് നൽകിയത് നമ്മളെപ്പോലെ ഈ കമ്മ്യൂണിക്കേഷൻ, ഓൺലൈൻ ശുശ്രൂഷകൾക്ക് ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വേണ്ടിയാണ്. അവരോട് മാർപ്പാപ്പ പറഞ്ഞു, ഇന്ന് ലോകത്ത് അനേകം ആയുധങ്ങൾ സൃഷ്ടിക്കുന്നു, നശിപ്പിക്കുന്ന ആയുധം. എന്നാൽ ഈ ശുശ്രൂഷയിലൂടെ പടുത്തുയർത്തുന്ന ഒരു ആയുധമാണ് നമ്മൾ ലോകത്തിന് നൽകുക. വിശുദ്ധ കുർബാന എന്ന ആയുധം, ജപമാല എന്ന ആയുധം, മരിയൻ സന്ദേശങ്ങളാകുന്ന ആയുധങ്ങൾ. മാർപ്പാപ്പ ഇങ്ങനെയുള്ള ശുശ്രൂഷകളോട് പറയുന്നു, ഡു നോട്ട് ബി അഫ്രൈഡ്. കാരണം സ്തോത്രഗീതത്തിൽ പറയുന്നത് പോലെ കർത്താവ് എന്നിൽ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓർക്കേണ്ട വചനം എന്താണ്? ഇതിലൂടെ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ശംശിയുടെ പരിശുദ്ധ സുവിശേഷത്തിലെ 16-ാം അധ്യായം 31-ാം വാക്യം, ഐ ഹാവ് കോങ്കേർഡ് ദ വേൾഡ്. ലോകത്തിൻ്റെ മേൽ വിജയം നേടിയ കർത്താവിൻ്റെ ശുശ്രൂഷയിലാണ് നമ്മൾ പങ്കുചേരുന്നത്. ആ കർത്താവ് നമ്മളോട് കൂടെ എന്നുമുണ്ട്. ഞാൻ അവസാനിപ്പിക്കുന്നു. പുറപ്പാട് 40:35 നമ്മുടെ വചനമാണ്. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിൻ്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകം മക്കൾ അസൂയയിൽ നിന്ന്, കലഹത്തിൽ നിന്ന് മാറി ഈശോയുടെ ശരീരമാകുന്ന സഭയോടും സഹോദരങ്ങളോടും ഐക്യപ്പെട്ട് കൃപയിൽ ജീവിക്കാൻ ഇടയാകുമ്പോൾ കർത്താവിൻ്റെ മഹത്വം വീണ്ടും
നിറഞ്ഞു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അവസാനം ഒരു കാര്യം കൂടി ഞാൻ കൂട്ടിച്ചേർക്കുന്നു. ഞാൻ ചെയ്യുന്ന ശുശ്രൂഷ ഒരു നിത്യാരാധന ശുശ്രൂഷയായിട്ടാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. 24 മണിക്കൂർ ആരാധന, അങ്ങനെയുള്ള മനോഹരമായ ഒരു ചാപ്പലിൽ ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇതിനു വേണ്ടി എന്നെ ഒരുക്കിയ ആദ്യ വർഷങ്ങളിൽ 2007 മുതൽ ഒരു ഓഗസ്റ്റ് 22-ാം തീയതി വാണിയക്കിഴക്കിൽ പിതാവ് വന്ന് വെഞ്ചരിച്ച് ആരംഭിച്ചതാണ് എൻ്റെ പൂർണ്ണമായുള്ള ഒരു ക്ലോയിസ്റ്റേഡ് ലൈഫ്. അന്നു മുതൽ എല്ലാ ബുധനാഴ്ചയും കഞ്ചിക്കോട് ശുശ്രൂഷയിൽ ബുധനാഴ്ച ശുശ്രൂഷയിൽ പങ്കുചേരാനും മറ്റ് ശുശ്രൂഷയിൽ പങ്കുചേരാനും കർത്താവ് എനിക്ക് കൃപ തരുന്നുണ്ട്. മുടങ്ങാതെ എല്ലാ ബുധനാഴ്ചയും ഈ നീണ്ട വർഷങ്ങൾ 14 വർഷം അങ്ങനെ കർത്താവ് ചെയ്തെങ്കിൽ ഞാൻ ആരംഭത്തിൽ വികാരത്തോടെ, ഞാൻ ആകെ വികാരാധീനനായി, ആത്മാവിലുള്ള നന്ദിയും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു നിന്നു. സന്തോഷ് ബ്രദറിനും സഹോദരങ്ങൾക്കും എല്ലാം നന്ദി. ഇന്നലെ പെട്ടെന്ന് ആ ഒരു സാഹചര്യം വന്നപ്പോൾ ആ ഒരു സന്ദേശം ഇന്ന് പറയണമെന്നും പറഞ്ഞ് ഒത്തിരി പേര് ഫോൺ ചെയ്തപ്പോൾ അതിവിടെ പറയാൻ കഴിഞ്ഞു. ആദ്യമായിട്ടാണ് ആ സന്ദേശങ്ങൾ സമർപ്പിച്ച ആ ഒരു പിക്ചർ ഞാൻ പുറത്തുവിടുന്നത്. അനേകം മാധ്യമങ്ങളൊന്നും ചോദിച്ചിട്ടൊന്നും ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനേക വർഷങ്ങൾക്ക് ശേഷം ഈ പദ്ധതിക്കോട് ചേർന്ന് ഇന്നിവിടെ വരാനും സന്ദേശം പറയാനും എനിക്ക് കഴിഞ്ഞു. കഞ്ചിക്കോട് ശുശ്രൂഷയിൽ ഞാൻ ഏറ്റവും പ്രധാനമായി കണ്ടിരിക്കുന്നത്, എല്ലാ ബുധനാഴ്ചയും ഞാൻ പോകുന്നുണ്ടല്ലോ, ഞാൻ കണ്ടിരിക്കുന്നത്, ഞാൻ ഹൃദയം നിറഞ്ഞ ആനന്ദത്തോടു കൂടി പറയുന്നു, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, ഇതുവരെ ഞാൻ യേശുവിനെ നിന്ദിച്ചു, പീഡിപ്പിച്ചു, അധിക്ഷേപിച്ചു, എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു. കർത്താവിൻ്റെ കൃപ എന്നിലേക്ക് കര കവിഞ്ഞൊഴുകി, ഞാൻ പാപികളിൽ ഒന്നാമനാണ്. പ്രൈസ് ദി ലോർഡ്. ഈ മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് ഞാൻ കഞ്ചിക്കോട് ശുശ്രൂഷയിൽ എപ്പോഴും കാണുക. മുടങ്ങാതെ പോകുമ്പോൾ അത് കാണുകയാണ്. അനേകം മക്കൾ പലപ്പോഴും ആഗ്രഹിച്ചിരുന്നു, ജോയച്ചൻ ഈ ശുശ്രൂഷയിൽ വരണം എന്ന് വരും. ഒരു വിജാതീയ സഹോദരി എനിക്കൊരു ദിവസം വിളിച്ചു, പാലക്കാട് നിന്ന് ഒരു പാവപ്പെട്ട സഹോദരി. അച്ഛാ, എല്ലാ ദിവസവും അച്ഛൻ വരും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും, എന്നാൽ അച്ഛൻ വരുന്നില്ല. ഒരു ദിവസം ഈ ശുശ്രൂഷ പങ്കെടുത്ത ശേഷം ഏതൊരു പുരോഹിതൻ്റെ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തൻ്റെ മകനോട് ആ സഹോദരി വിളിച്ചു പറഞ്ഞു, മോനെ, ഇതാ ജോയച്ചൻ നമ്മളോട് വചനം പറയുന്നു. വലിയ അനുഭവം ഉണ്ടായെന്ന് പറയുക. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്പർ കണ്ടുപിടിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇതുപോലെ അനേകം മക്കൾ, ആ മക്കളുടെ എല്ലാം ആ ആഗ്രഹപ്രകടനവും അനുഭവവും ഒക്കെ ഒരു പ്രവചനം പോലെ ഇന്ന് പൂർത്തിയായി. എല്ലാവർക്കും നന്ദി. ആഗ്രഹിച്ചവർക്കും അനുഗ്രഹിച്ചവർക്കും ഈ നിമിഷം പ്രാർത്ഥിച്ചവർക്കുമൊക്കെ ഈശോയെ നന്ദി. നമുക്ക് കണ്ണുകളടച്ച് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 തുടർന്ന് നമുക്ക് റാണി സഹോദരിയിലൂടെ നൽകപ്പെട്ട സന്ദേശങ്ങൾ ഭക്തിപൂർവം ശ്രവിക്കാം. ആവേ മരിയ, 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 ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും
പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ത്രിയേക ദൈവത്തിന് ആരാധനാ സ്തുതി സ്തോത്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ ഈശോയെ എന്ന്, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ എന്ന് നാം ഇന്നലെ പ്രാർത്ഥിച്ചു. ദിവ്യകാരുണ്യ ഈശോ നമുക്കത് തന്നിരിക്കും. അതിനുള്ള വഴികളാണ് ഈശോ നമ്മുടെ മുൻപിൽ തുറന്നു വയ്ക്കുന്നത്. ഈശോയെ, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തി മാത്രം ജീവിക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. ഈ ലോകത്തിലെ പാവപ്പെട്ട മക്കളായ ഞങ്ങൾ പാപികളാകാതെ ജീവിക്കുന്നതാണല്ലോ അങ്ങയുടെ മഹത്വം, അങ്ങയുടെ സന്തോഷം. കാരണം അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ കുടികൊള്ളുന്നുണ്ടല്ലോ. ആ ജീവനെ പാപത്തിൻ്റെ പുഴുക്കത്തേൽക്കാതെ തിരിച്ചേൽപ്പിക്കേണ്ടത് ഞങ്ങളുടെ കടമയാണല്ലോ കർത്താവേ. ആ ഒരു വലിയ ദൗത്യം നിർവഹിക്കാൻ എളിയവരായ ഞങ്ങൾക്ക് കൃപയേകണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ അമ്മേ, മാതാവേ, അമ്മ ഞങ്ങളെ സഹായിക്കണമേ. സകല വിശുദ്ധരുടെ മാധ്യസ്ഥവും മാലാഖമാരുടെ സംരക്ഷണവും യാചിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനായി കേണപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളെ തന്നെ ത്രിയേക ദൈവത്തിന് സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. സങ്കീർത്തന പുസ്തകം 115 പ്രകാരം പറയുന്നുണ്ട്, കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. കർത്താവിന് നമ്മളെക്കുറിച്ച് വിചാരമുള്ളത് കൊണ്ടാണ് നമ്മളെ ഇവിടെ ഇപ്പോൾ ഈശോ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. തുടർന്നുള്ള വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കും. നമ്മളെക്കുറിച്ച് വിചാരമുള്ളത് എപ്പോഴും നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ്. ഈശോ നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, അവിടുന്ന് നമ്മളെ ഓർക്കുന്നുണ്ട്. നമ്മളെ അനുഗ്രഹിക്കാൻ അവിടുന്ന് ഈ സമയം ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയുടെ നാമം മഹത്വപ്പെടട്ടെ. പരിശുദ്ധ അമ്മ പറഞ്ഞു, കൃപാവരമാകുന്ന സമൃദ്ധിയിൽ ഈ ലോകമാകുന്ന മരുഭൂമി നിറയണം. ഇപ്പോൾ കൃപയൊക്കെ വറ്റി 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 ഒരു വലിയ ഗർത്തം പോലെ ആയിരിക്കുക. അതിനെ ഒന്ന് പാകപ്പെടുത്തി എടുക്കണം. കൃപാവരത്തിൻ്റെ സമൃദ്ധി കൊണ്ട് ലോകത്തെ നിറയ്ക്കണം. അതാണ് അമ്മയുടെ ആഗ്രഹം. ആ ആഗ്രഹത്തിനായിട്ടാണ് അമ്മ ഇങ്ങനെയുള്ള ശുശ്രൂഷകളൊക്കെ ഒരുക്കുന്നത്. വിശുദ്ധ ഡൊമിനിക് സാവിയ ഒരിക്കൽ പറഞ്ഞത്, ഒരു വൈദികൻ്റെ വചന സന്ദേശത്തിൻ്റെ ഇടയ്ക്ക് ഞാനിങ്ങനെ കേട്ടു, പരിശുദ്ധ അമ്മയോട് മനുഷ്യമക്കൾ കാണിക്കുന്ന ഭക്തിയും വണക്കവും സ്നേഹവും കണ്ടിട്ട് സാത്താന് ഭയങ്കര ഭയമാണെന്ന്. അതായത് വിശുദ്ധൻ ഇങ്ങനെയാണ് പറഞ്ഞത്, വിശുദ്ധ ഡൊമിനിക് സാവിയോ, പരിശുദ്ധ അമ്മയെ സ്നേഹിക്കുകയും ആദരിക്കുകയും വണങ്ങുകയും ചെയ്യുന്നവരെ കാണുമ്പോൾ സാത്താൻ ഭയന്ന് വിറയ്ക്കുന്നു. അവരെ എങ്ങനെയെങ്കിലും ആ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാനായിട്ട് അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ള ശ്രമങ്ങൾ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമ്മ പറയുന്നത്, മക്കളെ, എൻ്റെ വിമലഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെ ഞാൻ ഒന്നിച്ച് ചേർക്കാണ്. നിങ്ങളെ യേശുവിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുക, നിങ്ങളെ സ്വർഗത്തിൽ എത്തിക്കുകയാണ് എൻ്റെ ദൗത്യം. അതിന് നിങ്ങൾ നിങ്ങളെ തന്നെ എനിക്ക് പ്രതിഷ്ഠിക്കുക എന്ന് നമുക്ക് നമ്മെ തന്നെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുള്ള സന്ദേശങ്ങൾ, നന്മയുടെ വഴികൾ, വെളിച്ചത്തിൻ്റെ വഴികൾ സ്വീകരിക്കാം. 39ാമത്തെ സന്ദേശം 2000 ഓഗസ്റ്റ് 15 അമ്മ തന്നത്. മക്കളെ, കരുണയുടെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. കരുണയെ നിങ്ങൾ നിരസിക്കരുത്. കരുണയുടെ പാനപാത്രം നിറഞ്ഞു കവിയുമ്പോൾ കരുണ നമ്മൾക്ക് കിട്ടാനുള്ള അവസരം കൂടുതലാകുകയാണ്. അപ്പോൾ നമ്മൾ കരുണയെ നിരസിച്ച് കളയാതെ
കവിഞ്ഞൊഴുകുന്ന കരുണ, ഈശോയുടെ കരുണ, ഈശോയുടെ സ്നേഹം, അത് സ്വീകരിക്കാനായിട്ട് ഒരുങ്ങണം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും കരുണയ്ക്കായിട്ടുള്ള യാചനയായിരിക്കട്ടെ. കാരണം കരുണ അത്രയേറെ ആവശ്യമുള്ള കാലമാണിത്. ദൈവത്തിൻ്റെ കരുണ നിറയണം. കരുണയുടെ പ്രേഷിതയായ വിശുദ്ധ ഫൗസ്റ്റീനായോട് ഈശോ പറഞ്ഞത് എന്താ? ഈ ലോകം മുഴുവനെയും എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കണം. കരുണ അത്രയ്ക്ക് പ്രാധാന്യമുള്ളതാണ്. എല്ലാറ്റിനെയും മറയ്ക്കുന്ന, എല്ലാറ്റിനെയും മറക്കുന്ന, ദൈവസ്നേഹം മാത്രം ഉദിച്ചു നിൽക്കുന്ന, ദൈവിക സ്വഭാവം മനുഷ്യരിൽ രൂപപ്പെടുന്ന ഏറ്റവും ഉദാത്തമായിട്ടുള്ള ദൈവിക കരുണ സ്വീകരിക്കാനായിട്ട് നമ്മൾ മടി കാണിക്കരുത്. അമ്മ പറയുന്നു, കരുണയുടെ യാചനകൾ ദൈവസന്നിധിയിൽ അനവരതം ഉയർത്തുവിൻ എന്നാണ് ഈ അമ്മയ്ക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഓഗസ്റ്റ് 15 അന്ന് അമ്മ അത്രയാ പറഞ്ഞത്. അത്ര പറഞ്ഞൊരു ചെറിയ 2-3 സെൻറ്റൻസിൽ ഒതുങ്ങുന്ന ഒരു സന്ദേശം തന്നിട്ടുണ്ടെങ്കിൽ ആ കരുണയുടെ സവിശേഷത, കരുണയുടെ മൂല്യം, കരുണയുടെ ആവശ്യകത അത്രയ്ക്കുണ്ട്. എപ്പോഴും കരുണയ്ക്കായിട്ട് പ്രാർത്ഥിക്കുവിനെന്നാണ് അമ്മ പറഞ്ഞത്. 40ാമത്തെ സന്ദേശം 2000 സെപ്റ്റംബർ 8 അമ്മ തന്നത്. അമ്മ പറഞ്ഞു, എൻ്റെ കുഞ്ഞുമക്കളെ, നിങ്ങളുടെ സ്വർഗീയ മാതാവിൻ്റെ ജനനത്തെ അനുസ്മരിച്ചുകൊണ്ട് സ്വർഗവും ഭൂമിയും സന്തോഷത്താൽ നിറയുന്ന ഈ ദിനത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ ആശീർവദിക്കുന്നു. മക്കളെ, നിങ്ങൾ എൻ്റെ തൊട്ടിലിനരികിലേക്ക് വരൂ. ഞാൻ നിങ്ങളെ എളിമയും ആധ്യാത്മിക ശൈശവത്തിൻ്റെ രഹസ്യവും പഠിപ്പിക്കാം. ശിശുക്കളെ പോലെ ആകണം. ശിശുക്കളെ പോലെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് ഈശോ നമ്മോട് പറഞ്ഞില്ലേ? ആ ശൈശവം, ആ നിഷ്കളങ്കത, ആ ശിശുത്വം, അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയണമെങ്കിൽ അമ്മ പറയാണ്, അമ്മയുടെ അടുത്തേക്ക് ചെല്ലുക. ഞാൻ നിങ്ങളെ അത് പഠിപ്പിക്കാം. ആധ്യാത്മിക ശൈശവം, അതിൻ്റെ രഹസ്യം, അത് വലിയൊരു രഹസ്യമാണ്. നമ്മൾ എത്ര വളർന്നാലും ശിശുക്കളെപ്പോലെ ആകണമെന്ന് ഈശോ പറഞ്ഞാൽ നമ്മുടെ ശാരീരികമായ വളർച്ചയല്ല അതിൻ്റെ അളവുകോല്. ശിശുത്വം മനസ്സിൽ, ആത്മാവിൽ സൂക്ഷിക്കുക, നിഷ്കളങ്കരായിരിക്കുക. അത് നമുക്ക് ഏറ്റവും നന്നായി പഠിക്കാൻ പറ്റുന്നത് പരിശുദ്ധ അമ്മയിൽ നിന്നാണ്. അതുകൊണ്ട് അമ്മ നമ്മളെ ക്ഷണിക്കുന്നത്. ഈ അമ്മ കർത്താവിൻ്റെ നിസ്സാര അടിമയായപ്പോഴാണ് ഈ അമ്മ അതെല്ലാം മനസ്സിലാക്കിയത്. അമ്മ പറയണ കേട്ടോ, ഒരടിമയെപ്പോലെ കർത്താവിൻ്റെ ദാസി. അത് വെറുതെ ഒരു ഏറ്റുപറച്ചിലൂടെ, ഒരു സെൻറ്റൻസ് പറയുന്നതിലൂടെ നിർവഹിച്ച് കഴിഞ്ഞതല്ല. അത് അമ്മയുടെ ജനനം മുതൽ അമ്മ ലോകത്തിൽ നിന്ന് വേർപ്പെടുന്ന അത്രയും സമയം വരെ അമ്മ ഒരു അടിമയെപ്പോലെ, അതായത് ദൈവത്തിനൊന്നും നിഷേധിക്കാതെ ദൈവം പറയുന്നതിനോടൊക്കെ വിശ്വസ്തയായിട്ട് അനുസരണത്തോടെ അമ്മ നിലകൊണ്ടു. അതാണ് അടിമ. അല്ലാതെ ഒരു അധികാരിയുടെ മുൻപിൽ അടിമയായിട്ട് അടിമവേല ചെയ്യുക എന്നല്ല അമ്മ ഉദ്ദേശിച്ചത്. അമ്മ ഈശോയുടെ പ്രിയപ്പെട്ട മകളായിരുന്നു, പ്രിയപ്പെട്ട ദാസിയുമായിരുന്നു. അമ്മ യേശുവിൻ്റെ അമ്മയായിരുന്നു. ഇതൊക്കെ ആയിരിക്കുമ്പോഴും അമ്മയ്ക്കുണ്ടായിരുന്ന ആധ്യാത്മിക ശിശുത്വം, അതാണ് അമ്മയുടെ നിഷ്കളങ്കത, എളിമ എന്ന് പറയുന്നത്. നിസ്സാരരിലൂടെയും ബലഹീനതയിലൂടെയും കൂടി മാത്രമേ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കൂ. അതിനാൽ നിങ്ങൾ ആധ്യാത്മികതയിൽ പക്വത പ്രാപിച്ചവരും, ആധ്യാത്മികതയിൽ പക്വത പ്രാപിച്ച വ്യക്തിയാണെങ്കിൽ എളിമയുള്ളവരായിരിക്കും, ശിശുത്വം സൂക്ഷിക്കുന്നവരായിരിക്കും, എന്നാൽ പക്വതയുള്ളവരായിരിക്കും. സമർപ്പണത്തിൽ പൂർണ്ണരും നിഷ്കളങ്കരുമായി തീരുക, അതാണ് ആധ്യാത്മിക ശൈശവത്തിൻ്റെ രഹസ്യം. ആധ്യാത്മികതയിൽ പക്വമതികളായിരിക്കും. വെറുതെ കാണിച്ചു കൂട്ടലുകളൊന്നും ആയിരിക്കില്ല ആധ്യാത്മിക അഭ്യാസങ്ങൾ. ഒരു കൊച്ചു പ്രാർത്ഥന ചൊല്ലുന്നെങ്കിൽ അത് ജീവിതമായിരിക്കും. എല്ലാ ആധ്യാത്മിക കാര്യങ്ങളിലും ശിശുക്കളെപ്പോലെ അനുസരിക്കും, പക്വമതികളെപ്പോലെ ആധ്യാത്മിക ജീവിതം നയിക്കും. സമർപ്പണത്തിൽ
പൂർണ്ണരായിരിക്കും. പകുത്ത് വെച്ച് മാറ്റി നിർത്തിയിട്ട് ഇന്ന കാര്യം കർത്താവിന് കൊടുക്കേണ്ട, ഇന്ന കാര്യം കർത്താവിന് കൊടുക്കുക, അങ്ങനെ ഒരു കൊടുക്കലില്ല. അത് സമ്പൂർണ്ണ സമർപ്പണമായിരിക്കും. സ്നേഹിക്കാനുള്ളൊരു കഴിവ്, മറ്റുള്ളവരെ സ്നേഹിച്ച് അത് അശുദ്ധ സ്നേഹത്തിന് കൊടുത്തിട്ട് കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്നത് പൂർണ്ണതയല്ല. അശുദ്ധമായ സ്നേഹബന്ധങ്ങളെ പരിപൂർണമായി നിരാകരിച്ചുകൊണ്ട് പൂർണ്ണമായുള്ള സ്നേഹം ദൈവത്തിലേക്കാണ്, ദൈവത്തിൽ നിന്നാണ്, ദൈവത്തിന് വേണ്ടിയാണ് എന്നുള്ള സമർപ്പണമുണ്ടല്ലോ, ആ സമർപ്പണം നമ്മുടെ ജീവൻ പൂർണ്ണമായിട്ടും ഈശോയ്ക്ക് സമർപ്പിച്ചിട്ട് നിഷ്കളങ്കരായി തീരുക, കളങ്കമില്ലാത്തവരായി തീരുക, ആരോടും വെറുപ്പില്ലാതായി തീരുക. വെറുക്കുന്ന ആത്മാവ് ജഡമായി തീരും. ജഡം അങ്ങനെ ആയിത്തീർന്നാൽ അതൊരു പാപമായി തീരും. അങ്ങനെ ജഡത്തെ സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഈ ശരീരം മാറരുത്. എന്നിട്ട് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥമില്ല. കുടുംബങ്ങളിലാണേലും കമ്മ്യൂണിറ്റികളിലാണെങ്കിലും കുറേ കുറവുകളും ബലഹീനതകളും പോരായ്മകളും ഒക്കെ ഉള്ളവരുണ്ടാകാം. എന്നാൽ അവരെ വെറുത്തിട്ട് ഉപേക്ഷിച്ചിട്ട് അവരെ സ്നേഹിക്കാതെ അവരെ അവഗണിച്ച് തരം താഴ്ത്തിക്കണ്ട് ജീവിച്ചിട്ട് ഞാൻ വലിയവനാണ് വലിയവളാണെന്ന് സ്വയം ആശ്വസിച്ച് ജീവിച്ചിട്ട് കാര്യമില്ല. അത് ആധ്യാത്മിക ശിശുത്വമല്ല, അത് പക്വതയില്ലാത്ത ആധ്യാത്മികതയാണ്. പല മക്കളും ഷെയർ ചെയ്തിട്ടുള്ളതിൽ നിന്ന് എനിക്കറിയാം. ഞാനും ഒരു കമ്മ്യൂണിറ്റിയിൽ 2 കമ്മ്യൂണിറ്റികളിൽ സിസ്റ്ററാകാൻ പോയിട്ട് ജീവിച്ചത് തന്നെയാണ്. സിസ്റ്ററാകാൻ സാധിച്ചില്ല എനിക്ക്. കമ്മ്യൂണിറ്റിയിൽ ഒരു 16 പേരുണ്ടെങ്കിൽ 16 സ്വഭാവമായിരിക്കാം. എന്നാൽ ആ സ്വഭാവത്തെ എല്ലാം ഉൾക്കൊള്ളാനുള്ളൊരു വിശാലമായ ആത്മീയ പക്വത എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതില്ലെങ്കിൽ കലഹമായിരിക്കും, വെറുപ്പായിരിക്കും, വാശി, വൈരാഗ്യം, കുറേ കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒത്തിരി കമ്മ്യൂണിറ്റികളിൽ, ഭവനങ്ങളിലും ഒരാൾക്ക് ഒരാളെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഒരാളുടെ നന്മ മറ്റൊരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. കുറവുണ്ടെങ്കിലും അത് ഉൾക്കൊള്ളാൻ അംഗീകരിക്കാനും പറ്റുന്നില്ല. വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാന്നൊക്കെ ചിലർ പറയും. ചില ഭവനങ്ങളിലെ വഴക്കുകളൊക്കെ കേൾക്കാൻ അവരുടെ പങ്കുവയ്ക്കലിലൂടെ കേട്ടപ്പോൾ എന്തോ അശ്ലീലമായ സംസാര രീതികളാ. ഇതൊക്കെ പക്വതയില്ലാത്ത ആത്മീയതയാണ്. അവരാണെങ്കിൽ മുഴുവൻ സമയം ജപമാല ചൊല്ലുന്നവരാണെന്നൊക്കെയാണ് പറയുന്നേ, പ്രാർത്ഥിക്കുന്നവരാണ്. ഉണ്ടായിരിക്കാം, അവരിലും നന്മയുണ്ട്. പക്ഷേ അവരിലെ നന്മയെ കെടുത്തിക്കളയുന്നത് അറിവില്ലായ്മയോ അന്ധതയോ അന്ധകാരത്തിൻ്റെ പ്രവർത്തനങ്ങളോ ആയിരിക്കാം. അറിവുള്ളവർ, ആധ്യാത്മികമായി പക്വത പ്രാപിച്ചവർ അത് മനസ്സിലാക്കിക്കൊണ്ട് സമാധാനത്തിലേക്ക് ഒരു കുടുംബ അന്തരീക്ഷത്തെ, ഒരു സമൂഹ അന്തരീക്ഷത്തെ കൊണ്ടുവരാൻ ശ്രമിക്കണം. അതല്ലേ സുവിശേഷ പ്രവർത്തനം. അങ്ങനെ ആയിരിക്കുന്ന ഒത്തിരി മക്കൾ നിറഞ്ഞ ലോകമാണെങ്കിൽ ഇതൊരു സന്തോഷമായിരിക്കും അല്ലേ? നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും കുരിശുകളും വരുമ്പോൾ ആ കുരിശുകൾക്ക് താഴെ ഈ അമ്മയുണ്ട്. അമ്മ വീണ്ടും കാൽവരിയിലേക്ക് നമ്മെ കൊണ്ടുപോകുക. അമ്മ പറയാണ്, നിങ്ങളുടെ ജീവിതത്തിൽ വേദനകളും കുരിശുകളും വരുമ്പോൾ വരും, അത് തീർച്ചയാണ്. ആ കുരിശുകൾക്ക് താഴെ അമ്മയുണ്ട്. കാൽവരി കുരിശിൻ്റെ താഴെ അമ്മ നിന്നതുപോലെ അമ്മയുണ്ട്, പരിശുദ്ധ അമ്മയുണ്ട്. ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നിങ്ങൾ എൻ്റെ പുത്രൻ നോക്കിയതുപോലെ ഒന്ന് നോക്കിയാൽ മതി, സർവ്വതും ഞാൻ ഏറ്റെടുക്കാം. കുഞ്ഞെ, നീ സങ്കടത്തിലും സഹനത്തിലും കിടന്ന് കഷ്ടപ്പെടുകയാണോ? നീ വേദനിക്കുകയാണോ? എൻ്റെ മകൻ നോക്കിയതുപോലെ നീ കിടക്കുന്ന കുരിശിൻ്റെ ചുവട്ടിലേക്ക് നീ ഒന്ന് നോക്ക്. നിന്നെ താങ്ങാൻ ഈ അമ്മയുണ്ടെന്നേ. അമ്മ സഹായിക്കാം, അമ്മ ഏറ്റെടുക്കാം. യഥാർത്ഥ സ്വാതന്ത്ര്യത്തിൻ്റെ പാതയിലൂടെ നിങ്ങളെ നയിക്കുവാനും ദൈവിക പദ്ധതികൾ വിശ്വസ്തയോടെ നിറവേറ്റാനും കൃപാവരത്തിൻ്റെ പാതയിലൂടെ യേശുവിനെ അനുഗമിക്കാനും അമ്മ നമ്മളെ സഹായിക്കാം എന്ന് ഉറപ്പു തരുന്നു. പിന്നെ എന്താ നമുക്ക് വേണ്ടത്? യഥാർത്ഥ സ്വാതന്ത്ര്യം എന്താ? സ്വാതന്ത്ര്യത്തിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതുകൊണ്ട് നമുക്കൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയോ? എന്തിനൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി? മഹാത്മാഗാന്ധിജി കഷ്ടപ്പെട്ട് വാങ്ങിത്തന്ന സ്വാതന്ത്ര്യം പലതും ഇന്ന് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് പോലെ സ്വീകരിക്കാനോ സ്വാതന്ത്ര്യം അനുഭവിക്കാനോ ഒന്നും പറ്റുന്നില്ല. പാരതന്ത്ര്യത്തിൻ്റെ കൂട്ടിലാണ് നമ്മളൊക്കെ.
നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവിക സ്വാതന്ത്ര്യമായിട്ട് ഉപയോഗിക്കാനും സ്വീകരിക്കാനും അനുഭവിക്കാനും പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞാലും അത് നമ്മെ ഒരു ബന്ധനത്തിൻ്റെ കൂട്ടിലേക്ക് കൊണ്ടുപോകും. നമ്മൾ പഠിച്ചിട്ടില്ലേ, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ എന്ന്. എത്ര സ്വർണ്ണക്കൂട്ടിലിട്ട വ്യക്തിയാണെങ്കിലും അത് കൂട്ടിലായിരിക്കുന്നിടത്തോളം കാലം അതിന് സ്വാതന്ത്ര്യമില്ല, എന്ന് പറക്കാൻ പറ്റില്ല ഒരു പക്ഷിക്ക്. അതുപോലെ നമ്മൾ തന്നെ നമ്മളെ ബന്ധിച്ചിട്ടിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നിന്നൊക്കെ വിമുക്തരായി ദൈവിക സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാലേ ദൈവിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ നമ്മിലൂടെ തമ്പുരാന് പറ്റുള്ളൂ. അതിനാണ് പരിശുദ്ധ അമ്മ ഇത്രയ്ക്കും കഷ്ടപ്പെടുന്നത്. അമ്മ നമ്മളോട് പറയുന്നത് ആ പദ്ധതികളൊക്കെ വിശ്വസ്തയോടെ നിറവേറ്റാൻ മക്കളെ അമ്മ സഹായിക്കാട്ടോ. അമ്മയുടെ അടുത്തേക്ക് വരിക. മക്കളെ, ഭൂതകാല മുറിവുകളുടെ വേദനകൾ ഇനി ഒരിക്കലും ഓർക്കരുത്. നമ്മളൊക്കെ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ഒത്തിരി വേദനകൾ കിട്ടിയിട്ടുള്ളതാ എന്നും പറഞ്ഞ് ആ വേദനകളെ ഇങ്ങനെ താലോലിച്ച് ജീവിക്കാൻ പറ്റുമോ നമുക്ക്? എങ്കിൽ നമ്മൾ ജീവിക്കില്ല. അതൊക്കെ മറന്നു കളയണം. കഴിഞ്ഞത് കഴിഞ്ഞു, വരാനിരിക്കുന്നത് വരുന്നതേ ഉള്ളൂ. ഇന്ന് ജീവിക്കാൻ നമുക്ക് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തുന്ന എന്തിനേയും വെറുത്തുപേക്ഷിക്കുക. പ്രാർത്ഥനയെ നിരുത്സാഹപ്പെടുത്തുന്ന, പ്രാർത്ഥിക്കാൻ ഉത്സാഹം തരാത്ത എല്ലാറ്റിനെയും വെറുക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. അത് തിന്മയെ വെറുക്കണമെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. നന്മ എപ്പോഴും നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കും, പ്രാർത്ഥനയിലേക്ക് നയിക്കും, നമ്മെ പ്രാർത്ഥനയാക്കി മാറ്റും. നന്മയുടെ ചിന്തയുണ്ടെങ്കിൽ നമുക്ക് ആ ചിന്ത പ്രാർത്ഥനയായിട്ട് മാറ്റാൻ പറ്റും. കാരണം എന്നെ ദൈവം കാണുന്നു, അവിടുത്തെ ദൃഷ്ടിയിൽ നിന്ന് ഈ ലോകത്തെ ഒന്നും മറഞ്ഞിരിക്കുന്നില്ല എന്നാണ് ഹെബ്രായർക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ ഈശോ പറഞ്ഞിരിക്കുന്നത്. അവിടുത്തെ കണ്ണുകളിൽ നിന്ന് ഒന്നും മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അവിടത്തേക്ക് സുവ്യക്തവും അനാവൃതവുമാണ്. എൻ്റെ ചെയ്തികളും പ്രവൃത്തികളും എൻ്റെ ജീവിത രീതികളും ഞാൻ രഹസ്യത്തിൽ നിന്ന് ഞാൻ ചിന്തിച്ച് ചെയ്യുന്ന പാപങ്ങളും ഞാൻ പറയുന്ന വാക്കുകളും എല്ലാം ഈശോ കാണുന്നുണ്ട്. ഒന്നും അവിടുത്തെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നില്ല. അതുകൊണ്ട് ഒരിക്കലും ഒരു കാരണവശാലും നമുക്ക് ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്നു കൊണ്ട് ഒരു നന്മ ചെയ്യാനോ തിന്മ ചെയ്യാനോ പറ്റില്ല. കാരണം നമ്മുടെ അസ്തിത്വം ദൈവത്തിലാണ്. ആ ദൈവത്തിൻ്റെ മക്കളായ നമുക്ക് നന്മ ചെയ്ത് ജീവിക്കാം. മക്കളെ, നിങ്ങൾ അറിയുക, ലോകം ഇന്ന് ശാപം ഏറ്റുവാങ്ങുന്നതിൻ്റെ പ്രധാന കാരണം ശിശുവധമാണ്. ദൈവം നിക്ഷേപിച്ച ജീവനെ കൊന്നുകളയുന്നതാണ് ലോകം ഏറ്റുവാങ്ങുന്ന വലിയ ശാപത്തിൻ്റെ ഒരു പ്രധാന കാരണം. നമ്മൾ മുൻപ് പ്രാർത്ഥിച്ചു ഭ്രൂണഹത്യക്കെതിരായിട്ടുള്ള പ്രാർത്ഥന. അതുകൊണ്ട് ശിശുക്കളെ ദൈവം തന്നിട്ടുള്ളത് ഇന്ന് എത്ര മക്കളാന്ന് പറയും. ഒരു കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കി ചികിത്സ നടത്തിയിട്ടും ഫലമില്ലാതെ ജീവിക്കുന്നുണ്ട്. എന്ത് കണ്ണുനീരാ അവർക്കൊക്കെ. അപ്പോഴാണ് ദൈവം തന്ന ജീവനെ വകവരുത്തിയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വകവരുത്തുന്നത്. ചിലപ്പോഴൊക്കെ ഹാർട്ട് ബീറ്റ് ഇല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുകൾ പറഞ്ഞിട്ട് വധിക്കാറുണ്ട്. എന്ത് തന്നെയാണെങ്കിലും നിഷ്കളങ്ക രക്തത്തിൻ്റെ നിലവിളി, ആബേലിൻ്റെയും കായേലിൻ്റെയും ബലി ഓർക്കുന്നില്ലേ? ആബേലിൻ്റെ വിളി പോലെ ദൈവത്തിൻ്റെ തിരുമുൻപിൽ എപ്പോഴും ഉണർത്തുന്നുണ്ട് ഈ ലോകത്തിൻ്റെ പാപം. അമ്മമാരുടെ ഉദരങ്ങളിലായിരിക്കുമ്പോൾ തന്നെ വധിക്കപ്പെടുന്ന കുഞ്ഞുങ്ങൾ എൻ്റെ മക്കളാണ്. അവരുടെ രോദനം തിരമാലകൾ പോലെ അലയടിക്കുന്നു. ഒരു അമ്മയെ പറയുന്നേ, ഒരു കടലിലെ തിരമാല ഇങ്ങനെ അലയടിക്കും. തിരമാലകൾ അലയടിച്ചു സുനാമി വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. അതുപോലെ ഒരു സുനാമിയുടെ അലയടിയാണ്. കടലിൻ്റെ തിരമാലകൾ അലയടിക്കുന്നത് പോലെ ലോകത്ത് കൊല ചെയ്യപ്പെട്ട, ഭ്രൂണഹത്യയാൽ കൊല ചെയ്യപ്പെട്ട മക്കളുടെ രക്തത്തിൻ്റെ നിലവിളി സ്വർഗത്തിൽ അലയടിച്ചുകൊണ്ടിരിക്കുക. ഭൂമി ശാപം, ലോകം ശാപം ഏറ്റുവാങ്ങുന്നു. ഈ ദുരവസ്ഥയ്ക്കായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. ജീവിക്കുകയും വളരുകയും ചെയ്യുന്നവരും അബദ്ധസഞ്ചാരികളും ദൈവനിയമത്തിൻ്റെ നഗ്നമായ ലംഘകരുമായി തീരുന്നു. ജീവിക്കാൻ അനുവദിക്കാതെ കുറേ കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുക മാത്രമല്ല,
ജീവിക്കുകയും വളരുകയും ചെയ്യുന്നവര് അബദ്ധമായ വഴികളിലൂടെ പോയി ദൈവനിയമത്തിൻ്റെ നഗ്നമായ ലംഘകരായിട്ട് ലോകത്ത് വിരാജിക്കുന്നുണ്ട്. നേരത്തെ ഈശോ നമ്മളോട് പറഞ്ഞില്ലേ, മക്കളെ, ആൾക്കൂട്ടത്തിലൂടെ നിങ്ങൾ നടക്കുമ്പോഴും ഒരു വേറിട്ട കാൽവെപ്പ്, എനിക്കും നിങ്ങൾക്കും മാത്രം മനസ്സിലാകുന്ന ഒരു കാൽവെപ്പ് നിനക്കുണ്ടെങ്കിൽ നീ ഒരു ക്രിസ്ത്യാനിയാണ്. ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉറപ്പിക്കപ്പെടുന്ന സാക്ഷ്യജീവിതങ്ങൾ ഇല്ലാത്തതിനാൽ നഗ്നമായ ദൈവവഞ്ചകരായിട്ട്, ദൈവനിഷേധകരായിട്ട് ലോകത്ത് അനേകർ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. അമ്മയുടെ സങ്കടമാണ്. പാപത്തെ മൂല്യമുള്ള പ്രവൃത്തികളായി തെറ്റിദ്ധരിപ്പിച്ച് സാത്താൻ ഇവരിൽ വിജയം കണ്ടെത്തുന്നു. ഇതിനു മുൻപുള്ള സന്ദേശം പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടില്ലേ, പാപത്തെ പാപമായി കാണാതെ, തെറ്റിനെ തെറ്റായി പറഞ്ഞു കൊടുക്കാതെ, തെറ്റായി മനസ്സിലാക്കാതെ ലോകത്തിൻ്റെ നെടുംതൂണുകളായിട്ട് വളർന്നു വരുന്നൊരു തലമുറയുണ്ട് ഈ ലോകത്തില്. പാപം പാപമാണെന്ന് ചങ്കൂറ്റത്തോടെ പറയാനും അതിനെതിരെ പ്രവർത്തിക്കാനും പ്രാർത്ഥിക്കാനും ഏറ്റവും വലിയ പ്രാർത്ഥനയാണ് അതിന് വേണ്ടത്. പാപത്തെ പാപമായി കാണാനും പാപബോധം ഉണ്ടാകാനും മനുഷ്യർക്ക് കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ ഇതിലൂടെ എല്ലാം പറയുന്നേ. ഓ ദുഷിച്ച ലോകമേ, കർത്താവിൻ്റെ കരുണയെ അവഗണിക്കുന്ന നീ നീതിക്കും കരുണയ്ക്കുമായി കണ്ണുനീർ പൊഴിക്കേണ്ടി വരുമെന്നോർക്കുക. ലോകത്തോട് അമ്മ പറയാണ്, ദുഷിച്ച ലോകമേ, വിസർജന കുഴിയേക്കാൾ നാറുന്നു എന്ന് അമ്മ മുൻപുള്ള സന്ദേശത്തിൽ ലോകത്തോട് പറഞ്ഞില്ലേ. ആ ലോകത്തോട് അമ്മ പറയാ, ദുഷിച്ച ലോകമേ, കർത്താവിൻ്റെ കരുണയെ അവഗണിക്കുന്ന നീ നീതിക്കും കരുണയ്ക്കുമായി കണ്ണുനീർ പൊഴിക്കേണ്ടി വരും. നമ്മളിന്ന് കരയുന്നില്ലേ, കണ്ണുനീർ പൊഴിക്കുന്നില്ലേ, കരുണയ്ക്കായി പ്രാർത്ഥിക്കുന്നില്ലേ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതങ്ങളൊക്കെ ഓർത്താൽ, ലോകത്തിൻ്റെ ഗതി എന്തായിരുന്നു എന്ന് ഓർത്താൽ നമുക്ക് മനസ്സിലാകും അമ്മ പറഞ്ഞതൊക്കെ സത്യമാണ്. മക്കളെ, ഈ അമ്മയോടൊപ്പം നിന്ന് കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കുക, പശ്ചാത്തപിക്കുക, മാനസാന്തരത്തിലൂടെ ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൃപകളിൽ നിലനിൽക്കുക. മനുഷ്യ മനസ്സ് വെറുപ്പും വിദ്വേഷവും മൂലം കരിഞ്ഞു പോയിരിക്കുന്നു. വിദ്വേഷം വന്നാൽ, വെറുപ്പ് വന്നാൽ തീയിട്ട് കരിച്ചതുപോലെ, പുല്ലൊക്കെ തീയിട്ട് കരിക്കില്ലേ, പിന്നെ അവിടെ അത് മുളയ്ക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടാണ്. അതുപോലെ മനസ്സ് വെറുപ്പും വിദ്വേഷവും കൊണ്ട് കരിഞ്ഞു പോകും. മനസ്സിനൊരു കരിച്ചിൽ തട്ടിയാൽ പിന്നെ അവിടെ ഒരു നന്മയുടെ ചിന്ത ഉണ്ടാകാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മൃഗങ്ങളെപ്പോലെ പരസ്പരം കടിച്ചു കീറുന്നു. എന്തുകൊണ്ടാ? ഈ വിദ്വേഷം, ഈ വെറുപ്പ്. ലോകരാഷ്ട്രങ്ങൾ തമ്മിലുണ്ട്, രാഷ്ട്രീയ അധികാരികൾ തമ്മിലുണ്ട്, സഭയിലുണ്ട്, സഭയുടെ അധികാരികൾ തമ്മിലുണ്ട്, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുണ്ട്. വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്. ലോകത്ത് ഇത് പടർന്നു പിടിച്ചിരിക്കുന്ന ഒരു രോഗമാണ്. പരസ്പരം കടിച്ചു കീറുന്നു. മനുഷ്യജീവന്റെ വില ആരും മനസ്സിലാക്കുന്നില്ല. വിഗ്രഹാരാധകരും പരദൂഷകരും കള്ളപ്രബോധകരും നിങ്ങളെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ജീവിത സാഹചര്യത്തിൽ പരസ്പരം കടിച്ചു കീറി, ക്രിസ്തീയതയെ വലിച്ചു കീറി, ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെട്ട് ജീവിക്കുന്ന നമ്മളോട് ഈശോ പറയുന്നത് പരിശുദ്ധ അമ്മയിലൂടെ, ഈ സമയത്താണ് കള്ളപ്രബോധകർ ഇറങ്ങുന്നത്. തെറ്റിനെ തെറ്റാണെന്ന് അവർ പറഞ്ഞു തരില്ല കാര്യസാധ്യത്തിന് വേണ്ടി. കള്ളനാണയങ്ങളെ തിരിച്ചറിയണം. വഴിതെറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്നവരെ തിരിച്ചറിയണം. പ്രവാചക രൂപത്തിലും മാലാഖയുടെ വേഷത്തിലുമെല്ലാം വരും. പക്ഷേ അവരുടെ ആത്യന്തികമായ ലക്ഷ്യം സ്വയം പൂജയോ സ്വയം പുകഴ്ത്തലോ പണസമ്പാദ്യമോ ഒക്കെ ആയിരിക്കാം. തിരിച്ചറിയണം. അധികാര ദുർമോഹം, ലോകസുഖം ഇവ മനുഷ്യൻ്റെ ഹരമായി തീർന്നിരിക്കുന്നു. ഒരു ഹരമാണ് മനുഷ്യന്. വലിയ അധികാരിയാകുക, വലിയ പ്രൗഢിയിലായിരിക്കുക, ലോകസുഖമാവോളം അനുഭവിക്കുക. തിരുവചനത്തിൽ പറയുന്നില്ലേ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. എന്നാൽ ഇന്ന് രാത്രിയിൽ നിന്റെ കളപ്പുരയിൽ നീ എന്തൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെങ്കിലും ഈ രാത്രിയിൽ നിന്റെ ജീവന്റെ ദാതാവ് തിരിച്ചെടുത്താൽ ഇതൊക്കെ നീ സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് ഫലം? തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞ് ലോകസുഖം അനുഭവിച്ച് ജീവിക്കുന്ന മനുഷ്യരോടാണ് പരിശുദ്ധമ്മയ്ക്ക് പറയാനുള്ളത്. അധികാര ദുർമോഹം, ലോകസുഖം
ഇവയൊക്കെ മനുഷ്യൻ്റെ ഹരമായി തീർന്നു. ദൈവം മനുഷ്യൻ്റെ ഹരമായി തീരുന്നത് എപ്പോഴാണ്? ദൈവിക ചിന്തകൾ മനുഷ്യൻ്റെ ഹരമായി തീരുന്നത് എപ്പോഴാണ്? ദൈവത്തിൻ്റെ പൈതലാണ് ഞാനെന്നുള്ള ഓർമ്മയിൽ ജീവിക്കുമ്പോഴാണ്. ലോകം വെച്ച് നീട്ടുന്ന ക്ഷണികതയെ നിസ്സാരവൽക്കരിക്കാൻ, നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കണം. ഇതെല്ലാം കണ്ട് ഈ അമ്മ കരയുന്നു. ഇപ്പോൾ ഇത്രയും സന്ദേശങ്ങളിലൂടെ കടന്നു പോന്നപ്പോൾ ഇത് 40ാമത്തെ സന്ദേശമാണ്. അമ്മ എത്ര പ്രാവശ്യം പറഞ്ഞു മക്കളോട്, മക്കളെ ഞാൻ കരയുന്നു. ഞാൻ കരയുന്നതിന് കാരണം എന്തെന്നാ അമ്മ പറഞ്ഞത്? ഓർക്കുന്നില്ലേ? അതെല്ലാം ഓർത്തെടുത്ത് പറയാനായിട്ട് ഞാൻ ശ്രമിക്കുന്നില്ല. നമ്മളിതെല്ലാം ഈ ദിവസങ്ങളിൽ കേട്ടതാണ്. മക്കളെ, അമ്മ കരയുന്നു. കാരണം എൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹിതം ചവിട്ടിത്തേക്കപ്പെടുന്നു. മുൻ പറഞ്ഞതുപോലെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ആഗ്രഹം, നിത്യരക്ഷയെ പ്രതിയുള്ള അവിടുത്തെ പദ്ധതി എല്ലാം ചവിട്ടിത്തേക്കപ്പെടുന്നു. അതിനാൽ മക്കളെ, അന്ധകാരപൂർണമായ നിശകളിൽ പ്രകാശം പരത്തുവാൻ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ഗുഹകൾ, വാതിലുകൾ തുറന്നിടുവിൻ. അന്ധകാരത്തിൽ പ്രകാശം നിറയ്ക്കാൻ കഴിവുള്ളവനാണ് അവിടുന്ന്. അന്ധകാരത്തെ പഴിച്ചുകൊണ്ടിരുന്നാൽ അന്ധകാരത്തിൽ തന്നെ ഇരിക്കുകയുള്ളൂ. മനുഷ്യൻ്റെ മനസ്സ് വെറുപ്പിലും വിദ്വേഷത്തിലും നിറഞ്ഞ് കരിഞ്ഞു പോയെങ്കിലും, കടിച്ചു കീറലിൻ്റെ വിദ്വേഷം അവൻ്റെ മനസ്സിലുണ്ടെങ്കിലും, ലോകസുഖവും അധികാര ദുർമോഹവും അവൻ്റെ മനസ്സിലും ജീവിതത്തിലും ഉണ്ടെങ്കിലും, പരിശുദ്ധ അമ്മ പറയാ, ആ ഹൃദയം ഒന്ന് തുറക്ക്. കർത്താവ് പ്രകാശം വന്ന് തട്ടിക്കൊണ്ടിരിക്കുന്നു. അന്ധകാരം ആണ് നിൻ്റെ ഉള്ളിലെങ്കിലും നീ അതൊന്ന് തുറന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്ക്. എളിമയോടെ മാനസാന്തരത്തിൻ്റെ കൃപ സ്വീകരിക്ക്. നിങ്ങൾ യേശുവിനെ സ്നേഹിക്കുകയും അനുധാവനം ചെയ്യുകയാണെങ്കിൽ നിർമ്മലമായ വിശുദ്ധിയുടെയും അപാരമായ കരുണയുടെയും, നിർമ്മലമായ വിശുദ്ധിയുടെയും അപാരമായ പരിമിതിയില്ലാത്ത കരുണയുടെയും മാർഗത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ചരിക്കുക. അമ്മ നമ്മൾക്ക് നമ്മളെ തന്നെ തിരിച്ചറിയാനുള്ള ചില വഴികൾ പറഞ്ഞു തരികയാണ്. യേശുവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നു നീ. യേശുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, യേശുവിനെ അനുധാവനം ചെയ്യുകയാണെങ്കിൽ നിന്നിൽ നിർമ്മലമായ വിശുദ്ധി ഉണ്ടാകും. നിർമ്മലമായൊരു ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും നീ. നിന്നിലൂടെ ഒഴുകുന്ന കരുണയ്ക്ക് അളവുണ്ടാകുകയില്ല. എല്ലാത്തിലും ദൈവത്തെ കാണാൻ, ദൈവത്തിൻ്റെ കരുണ ദർശിക്കാൻ, കരുണ കൊടുക്കാൻ, കരുണയായി തീരാൻ, കരുണയുടെ മനുഷ്യരൂപമായി തീരാൻ നിനക്ക് പറ്റും. ആരെയും നിനക്ക് ചെറുതായി കാണാൻ പറ്റില്ല. ആരെയും നിനക്ക് അവഗണിക്കാൻ പറ്റില്ല. കരുണയുടെ ഈ മാർഗത്തിലൂടെ ആയിരിക്കും നിങ്ങൾ ചരിക്കുക. മക്കളെ, പരിശുദ്ധ കുർബാനയും ദൈവവചനവും ജപമാല പ്രാർത്ഥനയും നിങ്ങളുടെ ജീവിതത്തിലെ ശക്തി സ്രോതസ്സുകളാണ്. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ശക്തി പകരുന്നത് എന്താ? ഒരുപക്ഷെ നമ്മുടെ പണമായിരിക്കാം. പണം ആവശ്യത്തിന് വേണം. എപ്പോഴും ഈ പണത്തെ കുറ്റം പറയുകയല്ല. പണം അതിൽ തന്നെ നല്ലതാണ്. പക്ഷേ നമ്മുടെ ലക്ഷ്യം പണം നേടുക എന്നുള്ളത് മാത്രമാണെങ്കിൽ, നമ്മുടെ ദൃഷ്ടി പണസമ്പാദനം മാത്രമാണെങ്കിൽ ആ പണം നമ്മെ ഭരിക്കാൻ തുടങ്ങും. അത് നമ്മെ അധപതനത്തിലേക്ക് നയിക്കും. ദൈവം തന്നിരിക്കുന്ന എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളെ അത് അടിമപ്പെടുത്തുന്നതാണെങ്കിൽ, ദൈവിക നന്മകൾ ഒഴികെ ബാക്കി എന്തെങ്കിലും നമ്മെ അടിമപ്പെടുത്തുന്നെങ്കിൽ, നമ്മുടെ ജീവിതത്തെ ദൈവത്തിൽ നിന്ന് നമ്മുടെ ചിന്തകളെ മാറ്റി നിർത്തുന്നെങ്കിൽ, എന്തിനോടാണോ നമുക്ക് ഏറ്റവും താല്പര്യം, മമത, പണത്തിനോടോ പ്രശസ്തിയോടോ അധികാരത്തോടോ ആകർഷണങ്ങളോടോ ലോകത്തോടോ ശരീരത്തോടോ എന്തിനോടാണെങ്കിൽ അത് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചാൽ നമ്മുടെ ജീവിതം നിർമ്മലമല്ല. നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തി സ്രോതസ്സായി നിലനിൽക്കേണ്ടത് പരിശുദ്ധ കുർബാനയും ജപമാല പ്രാർത്ഥനയും ദൈവവചനം അനുസരിച്ചുള്ള ജീവിതവുമാണ്. ഇവയിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. ഭയവിഹുലരാകാതെ ആത്മീയ ധൈര്യം സംഭരിക്കുക. നിങ്ങളുടെ ഈ അമ്മയെ ഒന്ന് നോക്കുക. നിങ്ങൾ ശിശുക്കളെ പോലെയാകുക. വീണ്ടും അമ്മ പറയുന്നത് എന്താ? ശിശുക്കളെ പോലെ ആകുക. നിങ്ങളുടെ അമ്മയെ നോക്കുക, ശിശുക്കളെ പോലെയാകുക. നിങ്ങളുടെ ശിശുത്വമത്രേ എൻ്റെ വലിയ ശക്തി.
കാരണം എന്താ? ശിശുക്കളെ പോലെയുള്ളവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അങ്ങനെ നമ്മൾ ശാരീരികമായി വളർന്നാലും ആത്മീയമായി പക്വതയുള്ള ശിശുത്വം സൂക്ഷിക്കുന്നവരാണെങ്കിൽ, നിഷ്കളങ്കരാണെങ്കിൽ, അത് അമ്മയുടെ ശക്തിയാണ്. അമ്മയ്ക്ക് അതൊരു വലിയ ഫലമാണ്. യേശുവിൻ്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അമ്മയ്ക്ക് മക്കളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനുള്ള ഏറ്റവും വലിയ ഉത്തരമാണ് ആ കുഞ്ഞ് ശിശുത്വം പക്വതയോടെ സൂക്ഷിക്കുന്ന നിർമ്മലമായ ഹൃദയമുള്ള കുഞ്ഞാണെന്ന് അമ്മ നമ്മളെ ചേർത്ത് നിർത്തി ഈശോയോട് പറയും. നമുക്ക് സ്വർഗത്തിൽ എത്തണ്ടേ ഈ വഴിയിലൂടെ? നമുക്കൊന്ന് ചേർന്ന് നമ്മുടെ നാശത്തെ ആഗ്രഹിക്കുന്ന സാത്താനെ ചെറുത്തു തോൽപ്പിക്കാം. സഹനങ്ങൾ ഏറുമ്പോൾ പരിഭ്രമിക്കരുത്, പിന്മാറരുത്. പരീക്ഷണങ്ങളിൽ വിജയം വരിക്കാനുള്ള ശക്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായിരിക്കുവിൻ. നിങ്ങളെ സഹായിക്കാൻ അമ്മ നിങ്ങളോടൊപ്പമുണ്ട്. ഇത്രയൊക്കെ അമ്മ പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഇങ്ങനെയൊക്കെ ജീവിക്കണമെങ്കിൽ മക്കളെ സഹിക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനമാണ് ഇങ്ങനെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ട്. ലോകം നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുന്നു. നമുക്ക് എല്ലാം അനുഭവിക്കാം, അർഹതയുണ്ട്, അവകാശമുണ്ട്. എന്നാൽ നമുക്ക് അർഹിക്കാത്തത്, ഈശോ ഇഷ്ടപ്പെടാത്തത് നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോഴാണല്ലോ അത് പാപമായി തീരുന്നത്. അങ്ങനെ തിന്മ ഗ്രസിച്ചിരിക്കുന്ന ഈ ലോകത്ത് തിന്മയെ അതിജീവിച്ച് സഹിച്ച് ജീവിക്കുന്ന സഹന രാക്ഷസന്മാരെ പരിശുദ്ധ അമ്മയ്ക്ക് സ്വർഗത്തിന് ആവശ്യമുണ്ടെന്ന് അമ്മ പറയുക. അത് ഞാനും നിങ്ങളുമാണെന്ന്. ലോകത്തിൽ ജീവിച്ച് ലോകത്തിൻ്റെതാകാതെ സഹിച്ച് ജീവിക്കുന്ന സഹന രാക്ഷസന്മാരായിട്ട്, സഭയുടെ വക്താക്കളായിട്ട്, സ്വർഗത്തിൻ്റെ മൂല്യമുള്ള നിധികളായിട്ട് ജീവിക്കാൻ അമ്മ നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കാം. പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുക, അമ്മ കൂടെയുണ്ടെന്ന്. എൻ്റെ ഭൗമിക ജനനത്തെ ആദരിക്കുന്ന നിങ്ങൾക്ക് പ്രതീക്ഷയും ആശ്വാസവും സന്തോഷവും ധൈര്യവും പകർന്നു തരാൻ ഈ അമ്മ എന്നും നിങ്ങളോടൊപ്പമുണ്ടെന്ന് മറക്കരുത്. ഒരമ്മ മക്കളോട് ഇടയ്ക്കിടയ്ക്ക് മക്കളെ എന്നെ മറക്കല്ലേ, എന്നെ മറക്കല്ലേ കേട്ടോ എന്ന് പറയുമ്പോൾ ആ അമ്മയ്ക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടാവും. അമ്മ ഒരിക്കലും നമ്മളെ മറക്കുന്നില്ല. അമ്മ നമ്മളോട് പറയാം, മക്കളെ നിങ്ങൾ എന്നെ മറക്കരുത്. അമ്മയെ മറക്കാതിരുന്നാൽ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാ? സഹനത്തിൽ പിടിച്ചു നിൽക്കാനുള്ള കൃപ, ദൈവിക ബോധ്യത്തിലും ദൈവിക നീതിയിലും ജീവിക്കുവാനുള്ള കൃപ, കഴിവുകളെ കൃപകളാക്കി മാറ്റാനുള്ള അനുഗ്രഹം, സ്വർഗം തന്നെയും അമ്മ നമുക്ക് വാങ്ങിത്തരും. അമ്മയെ നമുക്ക് സ്നേഹിക്കാം, അമ്മ പറയുന്നത് നമുക്ക് അനുസരിക്കാം, അമ്മയുടെ വാക്കുകൾ നമുക്ക് ശ്രവിക്കാം. ദിവ്യസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായി തീർന്ന് ദൈവത്തിൽ അലിയാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഈ അമ്മ പ്രാർത്ഥിക്കുന്നു. അമ്മ നമ്മുടെ ഒപ്പമുണ്ടെന്ന് ആവർത്തിച്ച് പറയുമ്പോൾ ധൈര്യപൂർവം ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായി തീർന്ന് ദൈവത്തിൽ അലിയാൻ നമുക്ക് സാധിക്കട്ടെ. ഈ ലോകത്ത് ജീവിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ അഗ്നി കൊണ്ട് ജ്വലിക്കാനും ആ അഗ്നിയുടെ പ്രകാശഗോളങ്ങളായിട്ട് ജീവിക്കുവാനും അങ്ങനെ ദൈവത്തിൽ അലിയാനും നമുക്ക് സാധിക്കണമെന്ന പരിശുദ്ധ അമ്മ നമ്മോട് പറയുന്നത്. അഗ്നിജ്വാലകളായിട്ട് ജീവിക്കുക, ദൈവസ്നേഹത്തിൻ്റെ അഗ്നിജ്വാലകളായിട്ട് ജീവിക്കുക, പരിശുദ്ധാത്മ അഗ്നിയായിട്ട് ജീവിക്കുക, ദൈവകൃപയുടെ അഗ്നിയായിട്ട് ജീവിക്കുക. അങ്ങനെ നീ ഒരു അഗ്നിയായിട്ട് മാറുമ്പോൾ, അഗ്നിജ്വാലയായിട്ട് മാറുമ്പോൾ ആ ജ്വാല എപ്പോഴും ജ്വലിച്ചുകൊണ്ടിരിക്കും. ആ ജ്വാലയുടെ ജ്വലനത്തിൽ അരുതായ്മകളെല്ലാം കരിഞ്ഞു പോകും. തിന്മ, പാപം, അശുദ്ധി എല്ലാം കരിഞ്ഞ് ദൈവസ്നേഹത്തിൻ്റെ ഒരു ജ്വാല, അതാണ് ഞാനും നിങ്ങളും. ആ ജ്വാല എരിഞ്ഞുകൊണ്ടേയിരിക്കണം. എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് ഒരു നാൾ സ്വർഗത്തിൽ ദൈവത്തിൽ നമ്മൾ ലയിക്കണം. അതായിരിക്കണം നമ്മുടെ ഈ ലോകത്തിലെ മരണം. അതിനാണ് അമ്മ നമ്മെ ഇത്രയും സ്നേഹത്തോടെ വിളിച്ച് കൂട്ടിക്കൊണ്ടുവന്ന് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. ആ സ്നേഹത്തിലായിരിക്കാം നമുക്ക്. 41-ാമത്തെ സന്ദേശം നമുക്ക് തുടർന്ന് കേൾക്കാം.
2000 നവംബർ 2-നാണ് അമ്മ സന്ദേശം നൽകുന്നത്. അമ്മ പറഞ്ഞു, എൻ്റെ വത്സല മക്കളെ, സ്നേഹത്തിൻ്റെ ശൃംഖല നിങ്ങൾക്ക് സമ്മാനിക്കപ്പെട്ടതിൻ്റെ ദിവ്യ സ്മരണകളിലായിരിക്കുന്ന നിങ്ങളെ ഞാൻ അനുഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മ ജപമാല നൽകി അനുഗ്രഹിച്ചതിൻ്റെ വാർഷികമാണെന്ന്. മനുഷ്യ മക്കളുടെ ദയനീയാവസ്ഥയിൽ ഞാൻ ദുഃഖമനുഭവിക്കുമ്പോൾ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ പ്രാർത്ഥന എന്നെ സമാശ്വസിപ്പിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, ദൈവമക്കളുടെ ശത്രുവായ പിശാച് ഏത് ഭൂവിഭാഗം കീഴ്പ്പെടുത്തിയാലും പ്രാർത്ഥന കൊണ്ട് എപ്പോഴും അത് തിരിച്ചു പിടിക്കുന്നതിന് നിങ്ങളെ ശക്തരാക്കാൻ ഈ അമ്മ കൂടെയുണ്ടായിരിക്കും. അമ്മയ്ക്ക് ലോകം ഒരുപാട് ദുഃഖങ്ങളും വേദനകളും നൽകിയാലും അമ്മയുടെ കുറച്ച് മക്കള് നന്നായി ജീവിക്കുന്നത് കണ്ട്, സ്നേഹിക്കുന്നത് കണ്ട്, പ്രാർത്ഥിക്കുന്നത് കണ്ട്, പിശാചിനെതിരെ പൊരുതി ജീവിക്കുന്നത് കണ്ട് അമ്മയ്ക്ക് ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മ പറയാ, പ്രാർത്ഥന കൊണ്ട് ഈ ഭൂവിഭാഗത്തെ, സാത്താൻ കീഴ്പ്പെടുത്തിയിരിക്കുന്ന ഭൂവിഭാഗത്തെ തിരിച്ചു പിടിക്കാൻ, ശക്തരാക്കാൻ, നമ്മളെ ശക്തരാക്കാൻ അമ്മ കൂടെയുണ്ടെന്ന്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണന, മാറത്ത് പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ഏഴുവിളക്കിൻ നടുവിൽ ശോഭപൂർണന, മാറത്തു പൊൻകച്ച അണിഞ്ഞും കാണുന്നേശുവേ. ആദ്യനും അന്ത്യനും നീ മാത്രമേശുവേ. സ്തുതികൾക്കും പുകഴ്ചയ്ക്കും നീ യോഗ്യനേശുവേ. ആരാധന, ആരാധന, ആരാധന. ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ വരണമേ, ഈശോയേ, ഈശോയേ, ഇരു കരങ്ങൾ ഉയർത്തി വിളിക്കുന്നു, ഈശോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ, 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 യേശുവേ.
അസൂയ കലുഷിതമായ സ്വരം പുറപ്പെടുവിക്കുന്ന സാത്താനെ കൃപ കൊണ്ടടിക്കാൻ നമ്മെ പഠിപ്പിച്ച ഈശോയ്ക്ക് നന്ദി പറയാം. കൃപയുടെ വടി കൊണ്ടടിച്ച് 1 അല്ല 2 അല്ല 3 അല്ല 6 7 70 അടിച്ച് അവനെ തകർക്കാൻ ഒരു ജപമാലയല്ല 2 3 4 അല്ല, കോടാനുകോടി ജപമാലകൾ അർപ്പിച്ച് ഒരു നിമിഷം 1000 സംവത്സരത്തേക്കാൾ ഭാഗ്യമുള്ള ദിവികാരുണ്യ സന്നിധിയിൽ ഒരു തുള്ളി സ്നേഹം പകരാൻ ഈ ഏതാനും നിമിഷങ്ങൾ നമുക്ക് സമർപ്പിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവികാരുണ്യ ഈശോയുടെ ശരീരത്തിൻ്റെ ഭാഗമായി, ആ ഹൃദയത്തിൻ്റെ ഭാഗമായി, ഒരു ശരീരമായി ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും അമ്മയുടെ മക്കളായി ദിവികാരൻ്റെ ഹൃദയത്തിലേക്ക്, മാതാവാകുന്ന അരളിക്കയിലേക്ക്, ആദ്യ സക്രാരിയിലേക്ക്, പരമദിവികാരണത്തിൻ്റെ അമ്മയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ ശുശ്രൂഷകളെ അഭിഷേകം ചെയ്ത പരിശുദ്ധാത്മാവിന് സ്തോത്രം ചെയ്യാം. സന്ദേശത്തിലും കൃപയെ ഓർത്തുകൊണ്ട് ആ കൃപയുടെ നിറവിൽ അസൂയയും കലഹമൊക്കെ വെടിഞ്ഞ് യേശുവിലൊരു ശരീരമായി അബോർഷൻ ചെയ്യപ്പെടുന്ന മക്കളും എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ അമ്മയുടെ വികാരത്തോടെ ചേർന്ന് അവരെയും സഹോദരങ്ങളായി കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആലയമുണ്ടായതുപോലെ അനേക ആലയങ്ങളുണ്ടായതുപോലെ ഇന്ന് സ്വർഗത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ആ മക്കൾക്ക് വേണ്ടി, അൺബോൺ മക്കൾക്ക് വേണ്ടി വലിയ ആലയങ്ങളുണ്ടാകണം. ബസിലിക്ക ഓഫ് ദി അൺബോൺ എന്ന് ഞാൻ സ്വപ്നം കാണാറുണ്ട്. ആ മക്കളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് സ്വർഗത്തിലിരിക്കുന്ന ആ മക്കളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അൺബോൺ മക്കളെല്ലാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മാലാഹ കുഞ്ഞുങ്ങളായി മാലാഹമാരോട് ചേർന്ന് പറന്നിറങ്ങട്ടെ. ഈ ഭൂമിയെ ശാപത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. അങ്ങനെയുള്ള മക്കളെ സഹോദരങ്ങളായി കണ്ടുകൊണ്ട് അമ്മയോടൊപ്പം ആത്മീയോദരത്തിൽ ജീവനെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവൻ്റെ അപ്പമേ നന്ദി. ഈ ദിവികാരുണ്യ സന്നിധിയിൽ അലിയാനായി മക്കളെ ദിവികാരുണ്യ സന്നിധിയിലേക്ക് അരികിലേക്ക് ഓടിയണയുവിൻ. തിരുമണിക്കൂർ ആരാധന നടത്തുവിൻ. പരിപൂർണമായ അനുതാപത്തോടും സ്നേഹത്തോടും ഭയഭക്തി ആദരവോടെ സമർപ്പണം നടത്തി ബലിയർപ്പണം നടത്തുവിൻ, പങ്കുവറ്റുവിൻ. അത്ഭുതകരമായ ശക്തിയും ധൈര്യവും പകരുന്ന ദിവികാരുണ്യനാഥൻ്റെ ഹൃദയ സക്രാരിയിൽ നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി, നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഒരു തുള്ളി സമർപ്പിക്കുവിൻ. പകരുവാൻ തൽപരരാകുവിൻ. നമുക്ക് പകരാം. ഈശോയെ, ദിവികാരുണ്യ അമ്മേ, മാതാവേ, ഒരു തുള്ളിയല്ല ഞങ്ങളെ മുഴുവനായി സമർപ്പിക്കുന്നു. ഒരു തുള്ളിയോളം ഞങ്ങൾ ചെറുതായി ഞങ്ങളെ സമർപ്പിക്കുന്നു. നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തി ഇന്നത്തെ ശുശ്രൂഷയെ ഓർത്തും ഈ ശുശ്രൂഷയെ ഓർത്തും ഇന്ന് ചൊരിയപ്പെട്ട കൃപകളെ ഓർത്തും സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു നിമിഷം സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ലോകം മുഴുവനും ഈശോയിൽ ഒന്നാകട്ടെ. സാത്താന്റെ അസൂയ കലുഷിതമായ സ്വരങ്ങൾ മുഴങ്ങുന്ന എല്ലാ മേഖലകളും തകരട്ടെ. ആ സ്വരങ്ങൾ നിലയ്ക്കട്ടെ. യേശുവിന്റെ കാലൊച്ച നമുക്ക് കേൾക്കാം. കണ്ണുകളടച്ച് ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ട് ദിവികാരുണ്യ ഹൃദയത്തിന്റെ സ്വരം നമുക്ക് ശ്രമിക്കാം. ഹല്ലേലൂയ. നമ്മൾ യേശുവിൽ ഒരു ശരീരമാണ്. സഭ ഒന്നാകട്ടെ. ശുശ്രൂഷകൾ ഒന്നാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദിവികാരുണ്യം എന്ന ആയുധം ഇപ്പോൾ ശക്തിപ്പെടട്ടെ. ലോകം മുഴുവനിലും മുഴങ്ങുന്ന അസൂയയുടെയും കലഹത്തിന്റെയും അസൂയ കലുഷമായ സ്വരം നിലയ്ക്കട്ടെ. ഹല്ലേലൂയ. ഉച്ചത്തിൽ സ്തുതിച്ചുകൊണ്ട് യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദിവ്യാനുസന്നിധിയിൽ ഒരു സ്നേഹത്തോളം നമ്മൾ ചെറുതായി സമർപ്പിക്കുമ്പോൾ ഫാത്തിമയിൽ മാലാഖ പഠിപ്പിച്ച മാപ്പപേക്ഷ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം.
എൻ്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ ഞാൻ അർപ്പിക്കുന്നു, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്നത്തെ അനുഗ്രഹത്തിൽ അനുസ്മരണ ദിനങ്ങൾ കൊണ്ടാടുന്ന, ബർത്ത്ഡേ ആഘോഷിക്കുന്ന, ഇന്ന് മരിച്ചുപോയ അങ്ങനെ എല്ലാ മക്കളെയും സമർപ്പിക്കാം. പ്രത്യേകിച്ച് ശുശ്രൂഷയെ പല പ്രാവശ്യം വന്നിട്ടുള്ള എബ്രഹാം അച്ഛൻ്റെ പിറന്നാളാണെന്ന്. ആ അച്ഛനെയും പ്രത്യേകം ആരാധനയിൽ സമർപ്പിക്കുന്നു. നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രത്യേകമായി ശുശ്രൂഷയെ ഓർക്കാം. ഓഗസ്റ്റ് 15 സ്വർഗാരോപണ തിരുനാളിന് പതിനാറാം തീയതി ആരംഭിക്കുന്ന സീറോ മലബാർ സഭയുടെ സിനഡിന് വേണ്ടി ഓഗസ്റ്റ് 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മുതൽ 1 മണി വരെ കം ഹോളി സ്പിരിറ്റ് എന്ന ശുശ്രൂഷ ഉണ്ടായിരിക്കുന്നതാണ്. ഓഗസ്റ്റ് 15-ന് തന്നെ വൈകിട്ട് 4:30 മുതൽ 5:30 വരെ പ്രയർ ഫോർ അവർ നേഷൻ എന്നൊരു ശുശ്രൂഷയും ഉണ്ടായിരിക്കും. അതിൽ നമ്മളെല്ലാവരും പങ്കുചേരുക, ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ഈ ഷെക്കേന ശുശ്രൂഷ DTH പ്ലാറ്റ്ഫോമിൽ വരാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അനേകം മക്കൾക്ക് അത് ലഭ്യമാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം, പരിശ്രമിക്കണം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. പരമദിവികാരുടെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ആശീർവാദത്തിനായിട്ട് ഒരുങ്ങാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശ ദിവ്യകടാക്ഷം തൂകണമേ വത്സലസുതരിൽ നിർമ്മലരാ ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ കരുണാമയനേ, യേശുവേ കരുണാമയനേ. പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവികാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്വർഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinahprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോക സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവെ നേടുവാൻ ഞാൻ ത്യജിക്കാം. ലോകം നൽകിയിടുന്ന
ഒക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകി